നമുക്ക് വളരെ ജയത്തിന്റെ ദിവസമാണ്. All over the world, Christians celebrate Easter. ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസം. I do not criticize people who celebrate Easter. ഈസ്റ്റർ ആഘോഷിക്കുന്നവരെ ഞാൻ വിമർശിക്കുന്നില്ല. No, we are not in the criticism ministry. നമ്മൾ ആരെയും വിമർശിക്കുന്ന ശുശ്രൂഷയിലല്ല. But I want this church to know what exactly is Easter and how it came across. And I want you to receive something that is greater than Easter. എന്താണ് ഈസ്റ്റർ എന്നും അതിന്റെ പുറകിൽ എന്താണ് സംഭവമെന്നും അതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്തെന്നും ഇന്ന് രാവിലെ നിങ്ങൾ തിരിച്ചറിയുന്നതിൽ ഞാൻ വ്യാപൃതനായിരിക്കുന്നു. Is the word Easter mentioned in the Bible? ഈസ്റ്റർ എന്ന വാക്ക് ദൈവവചനത്തിലുണ്ടോ? Yes, it is. In the King James version of Acts chapter 2 and 12, I think it's 12 and 2 it is mentioned Easter. ഹല്ലേലൂയ. അത് കിങ് ജെയിംസ് വേർഷനിൽ അപ്പോസ്തലപ്രവൃത്തി 12:2 ഈ വാക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. Now that is a mistranslation. തെറ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ. Actually what they mean is the Passover or the Pesach as we say in Malayalam, or the Pesach as they say among Jewish circles. യഹൂദന്മാർ പറയുന്ന പെസഹ പെരുന്നാൾ എന്നുള്ള വാക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. There has been so many revisions of the exact date of Easter in the last 2000 years. കഴിഞ്ഞ 2000 വർഷങ്ങൾക്കിടയിൽ ഈ ഈസ്റ്ററിന്റെ ദിവസങ്ങളിൽ അനേകം മാറ്റങ്ങൾ ഉണ്ടായി. In other words, it was kind of planned by human beings. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യരെ തീരുമാനിച്ച് മാറ്റിയ തീയതികൾ. The early apostles came together during the Passover. ആദിമ അപ്പോസ്തലന്മാർ പെസഹ പെരുന്നാളിന്റെ സമയത്ത് കൂടി വന്നിരുന്നു. But as that practice began to become a ritual, അതൊരു വെറും ഒരു സമ്പ്രദായമായി തീർന്നപ്പോൾ human manipulations and human hands began to dictate terms. മനുഷ്യന്റെ കരങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. Later on they set a calendar for the church. അതിനുശേഷം അവർ സഭയ്ക്ക് വേണ്ടി ഒരു കലണ്ടർ ഉണ്ടാക്കി. You should do this on such and such a day, you should do this on such and such a day, and the people followed without question. ഇന്ന ദിവസം ഇന്നത് ചെയ്യണം, ഇന്ന ദിവസം ഇന്ന ചെയ്യണം എന്നൊരു സമ്പ്രദായം ഉണ്ടാക്കി. ആളുകൾ അതിനെ പിൻപറ്റി. There is nothing wrong in that also. അതിനകത്തും തെറ്റില്ല. It's good to have a calendar for the church. സഭയ്ക്ക് ഒരു കലണ്ടർ ഉള്ളത് നല്ലതാണ്. It's good to have plan specific dates for specific things. മുന്നമേ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത് നല്ലതാണ്. What is wrong is not understanding the spirit behind the thing. എന്നാൽ ഇതിന് പിന്നിലുള്ള ആത്മാവിനെ മനസ്സിലാക്കാതിരിക്കുന്നതാണ് ബുദ്ധിശൂന്യത. So I want the church to know what is behind Easter. I'm not going to tell you no or yes. You can decide. ഈസ്റ്ററിനെ പറ്റി ഞാൻ നോ യെസോ പറയുന്നില്ല. അതിന്റെ പിന്നിലുള്ള കാര്യം പറയാം. I come from a community. From the time I was born, my forefathers have been celebrating Easter without knowing the truth about it. എൻ്റെ ജനനം മുതൽ ഈസ്റ്റർ ആഘോഷിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. I want you to know that Easter is actually taken from the word Ashtoreth. അഷ്ടോരത്ത് എന്ന പദത്തിൽ നിന്നും എടുത്ത ഒരു വാക്കാണ് ഈസ്റ്റർ. Ashtoreth is the Hebrew version of the goddess of fertility, which is celebrated and worshipped by the heathen, those who are not Jewish people. ഹല്ലേലൂയ. വിളയുടെ ഒരു ദേവതയെ ഇബ്രായ ഭാഷയിൽ പറയുന്ന ഒരു പേരാണ് അഷ്ടോരത്ത്. അതിനകത്തുനിന്ന് വന്ന പേരാണ് ഈസ്റ്റർ. They talked about fertility. അതിനെപ്പറ്റി അത് വർദ്ധനവിനെ പറ്റി പറയുന്നു. They worship the reproductory organs of people. ആളുകളുടെ ഹല്ലേലൂയ സ്തോത്രം ജനനേന്ദ്രിയങ്ങൾ ജനനേന്ദ്രിയങ്ങളെ ആരാധിച്ചിരുന്നു. Now that is degrading your own self. അത് നമ്മളെ തന്നെ തരം താഴ്ത്തുകയാണ്. Worshipping anything but God is degrading yourself. ദൈവത്തെ അല്ലാതെ വേറെ എന്തിനെ നമ്മൾ ആരാധിച്ചാലും നമ്മളെ തന്നെ തരം താഴ്ത്തുകയാണ്. If you worship music, you're degrading yourself. നമ്മൾ സംഗീതത്തെ ആരാധിച്ചാൽ നമ്മളെ തന്നെ തരം താഴ്ത്തുകയാണ്. If you worship anything but God, you're degrading yourself. ദൈവത്തെ അല്ലാതെ എന്തിനെ നിങ്ങൾ ആരാധിച്ചാലും നമ്മളെ തന്നെ തരം താഴ്ത്തുകയാണ്. So people began to worship or give a lot of importance to fertility. അതുകൊണ്ട് ജനനത്തിന് ജനനേന്ദ്രിയങ്ങൾക്ക് വളരെ അവർ പ്രാധാന്യം കൊടുത്തു. Very cleverly the devil brought in this festival of fertility along with the resurrection. They mixed it together just like they did it for Christmas, and they brought it into the church. വളരെ വിദഗ്ധമായി ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ പെരുന്നാളും ഈ ഫെർട്ടിലിറ്റിയുടെ പെരുന്നാളും ഒന്നിച്ചാക്കി പിശാച് ഈ ക്രിസ്തുമസിനെ തമ്മിൽ കൂട്ടിക്കഴിച്ചു. On the outside എന്നാൽ പുറത്ത് it talks about the resurrection of Jesus Christ. പുറത്ത് പറയുന്നു യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. Everybody is happy. എല്ലാവർക്കും സന്തോഷം. But in the inside, അതിന്റെ ഉള്ളിൽ they're talking about the celebration of fertility. ഫെർട്ടിലിറ്റിയുടെ സെലിബ്രേഷൻ നടക്കുന്നു. And we don't want that. നമുക്കത് വേണ്ട. We are interested in something better than that. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നമുക്ക് വേണ്ടത്. I'll tell you what we should look for every day. ഓരോ ദിവസം നമ്മൾ നോക്കേണ്ടത് ഇതാണ്. If you turn with me to Philippians chapter 3 verses 10, 11 and 12, that will tell you about what we should look for. What is really the resurrection of our life? നമ്മുടെ ജീവിതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്താണ്, നമ്മൾ എന്താണ് നോക്കേണ്ടതെന്ന് ഫിലിപ്പി ലേഖനം 3:10-11 വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. In Philippians 3, Paul is declaring his longing and his desire. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ആഗ്രഹം അവിടെ പ്രദർശിപ്പിക്കുകയാണ്. He says in verse 10 that I may know him and the
power of his resurrection and the fellowship of his sufferings, being confirmed to his death. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ കൂട്ടായ്മയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയും എനിക്ക് തിരിച്ചറിയണം. Question. ചോദ്യം, When you follow Easter, നമ്മൾ ഈസ്റ്റർ are you able to partake of the power of resurrection? പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ നമുക്ക് പങ്ക് കിട്ടുന്നുണ്ടോ? I'm not against people enjoying Easter. That's not my business. I don't interfere into other people's business. No. ആളുകളെ ഈസ്റ്ററിൽ ആഘോഷിക്കുന്നത് എനിക്ക് യാതൊരു ബിസിനസ്സും But my question is this. എന്നാൽ എൻ്റെ ചോദ്യം When you celebrate Easter, are you able to partake of the resurrection power of Jesus Christ? നമ്മൾ ഈസ്റ്ററിൽ പങ്കാളികളാകുമ്പോൾ ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് നമ്മൾ പങ്കാളികളാകും. Paul was looking forward to that day of resurrection in his own life. തന്റെ ജീവിതത്തിലെ പുനരുത്ഥാനത്തിന്റെ ദിവസത്തെ പൗലോസ് മുന്നിലേക്ക് നോക്കുകയാണ്. And he was running after Jesus Christ and for the knowledge of the power of resurrection. ഓ ഹല്ലേലൂയ. യേശുവിന്റെ പിന്നാലെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ പറ്റി അറിയുവാൻ അപ്പോസ്തലനായ പൗലോസ് ഓടുകയാണ്. And for that, അതിനായിട്ട് verse 8 he says, 8ാം വാക്യത്തിൽ പറയുന്നു, I count all things lost for the excellence of the knowledge of Christ Jesus my Lord. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിയേണ്ടതിന് എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണുകയാണ്. He's saying, look, I'm a Jew. ഞാൻ പറയാം, ഞാൻ യഹൂദനാണ്. There is nothing wrong in me in probably celebrating some of the things in the Jewish world. യഹൂദന്മാർ ആഘോഷിക്കുന്ന ആഘോഷങ്ങളെ ഞാൻ ആഘോഷിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. But I do not want those things to be an obstacle in my running after Jesus. എന്നാൽ യേശുവിന്റെ പിന്നാലെ ഞാൻ ഓടുന്നതിന് ഇതൊന്നും ഒരു തടസ്സമാകരുത്. And Paul realized in his life, പൗലോസ് ഇത് തിരിച്ചറിഞ്ഞു. these kind of things have a way of pulling you back into the Jewish system. ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾക്ക് ആ യഹൂദ സിസ്റ്റത്തിലേക്ക് നിങ്ങളെ പുറകോട്ട് വലിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. So Paul said, അതുകൊണ്ട് പൗലോസ് I would പറഞ്ഞു, rather run after the resurrection power of Jesus rather than celebrating that one day which they say Jesus has been resurrected. യേശു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുന്ന ഒരു ദിവസത്തെ അവർ ആഘോഷിക്കുന്നതിന് അപ്പുറമായിട്ട് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് പ്രാപിക്കത്തക്കൊണ്ട് പിന്നാലെ ഓടുന്നതിനാണ് എനിക്ക് പ്രാധാന്യം. For Paul, it was a matter of choice. പൗലോസിനെ സംബന്ധിച്ച് തന്റെ വ്യക്തിപരമായ It താല്പര്യമാണ്. is not a matter of tradition. അതൊരു പാരമ്പര്യമല്ല. He said, I choose to run after Jesus. അദ്ദേഹം പറയുന്നു, ഞാൻ യേശുവിന് പിന്നാലെ ഓടാൻ തീരുമാനിച്ചു. And when I run after Jesus, I want to throw away all unnecessary things. യേശുവിന്റെ പിന്നാലെ ഞാൻ ഓടുമ്പോൾ വേണ്ടാത്തല്ല ഞാൻ വിട്ടുകളയുക. Those things are not adding on to my knowledge of Jesus Christ. ഈ കാര്യങ്ങളൊന്നും യേശുവിനെ പറ്റിയുള്ള പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നില്ല. No, Paul did not go and criticize people who were celebrating Easter or Passover, any of these things. പൗലോസ് പോയി ഇത് ആഘോഷിക്കുന്നവരെ ക്രിട്ടിസൈസ് ചെയ്തില്ല, വിമർശിച്ചില്ല. By the way, that is a big mistake which many Pentecostals do. അനേക പെന്തക്കോസ്തർ ചെയ്യുന്ന ഒരു അബദ്ധമാണ്. They turn around and look at the rest of the communities and poke their fingers at them. You don't know anything. You are celebrating it. So we as a church are not called to do that. No criticism. അനേക പെന്തക്കോസ്തർ അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കി നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ വിമർശിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്ന സഭയല്ല. If people ask you, ആരും നമ്മോട് ചോദിച്ചാൽ, you can give them an explanation for your stand. നമ്മൾ നിൽക്കുന്ന ആ സ്റ്റാൻഡിന് ഒരു വിശദീകരണം നമുക്ക് കൊടുക്കാൻ Not to find fault with people. ആളുടെ കുറ്റം To കണ്ടുപിടിക്കാനല്ല, make them understand the truth. സത്യം വരെ മനസ്സിലാക്കാൻ. You should, if people ask you, don't you have Easter, say, we have something better than Easter. ആമേൻ. നിങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവരോട് പറയാം, അതിനേക്കാൾ ശ്രേഷ്ഠമായി ഞങ്ങൾക്കൊന്നുണ്ട്. If they ask you, അവർ ചോദിച്ചാൽ tell them we have the power of resurrection in our heart every day. ആമേൻ. അവരോട് പറയുക, പുനരുത്ഥാനത്തിന്റെ ശക്തി ഞങ്ങൾ എപ്പോഴും ഉണ്ട്. They'll ask you, if they ask you, how can you prove it? അവർ ചോദിക്കും, എങ്ങനെ നിങ്ങൾ തെളിയിക്കും? This morning, my chest had a chest congestion this morning. എന്റെ ജസ്റ്റ് ഒരു കൺജഷൻ രാവിലെ അനുഭവപ്പെട്ടു. I could not speak as I'm speaking right now. ഇപ്പൊ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ So I was busy പറ്റുന്നില്ലായിരുന്നു. washing my face. ഞാൻ മുഖം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ I said, Lord, this has no business to stay in my chest. ഹല്ലേലൂയ, എന്റെ ചെസ്റ്റിൽ ഈ കൺജഷൻ നിൽക്കാൻ ഒരു അവകാശവുമില്ല. It has to come out. അത് വന്നേ മതിയാ പുറത്ത്. It was so heavy in my heart. അത് വളരെ ഭാരമായിരിക്കുന്നു എന്റെ And when ഹൃദയത്തിൽ. I prayed, ഞാൻ പ്രാർത്ഥിച്ചു. I began to cough out all that sputum. Those ഹല്ലേലൂയ, things. സ്തോത്രം. ആ കഫമെല്ലാം അങ്ങനെ ചുമച്ച് പുറത്ത് കളഞ്ഞു. That is the power of resurrection. അതാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. This morning I could have been depressed, ഇന്ന് രാവിലെ എനിക്ക് but the നിരാശപ്പെടാമായിരുന്നു. Lord put His power into me. എന്നാൽ കർത്താവിന്റെ ശക്തി കർത്താവിന്റെ മേൽ പകർന്നു. I chose to die in a particular situation. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. Child of God, our calling is to die and live by the power of resurrection. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിളി ചില സാഹചര്യങ്ങളിൽ നമ്മൾ മരിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ ജീവിക്കാനാ. But what the devil likes us to do എന്നാൽ പിശാച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് is ആഗ്രഹിക്കുന്നു? speak about Easter or resurrection power, as they say, resurrection, day of resurrection. ഹല്ലേലൂയ, പുനരുത്ഥാന ദിവസത്തെ പറ്റി പറഞ്ഞിട്ട് Now listen to me carefully. ശ്രദ്ധിക്കുക. He likes us to focus on resurrection only on one particular day. ഒരു പ്രത്യേക ദിവസത്തെ പുനരുത്ഥാനത്തെ പറ്റി മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കും. I'm not interested in that. അതിനകത്ത് എനിക്ക് താല്പര്യമില്ല. Jesus Christ rose for every day. ഓ, എന്നേക്കുമായി യേശു ഉയർത്തെഴുന്നേറ്റു. Forever He is the lamb on the throne. എന്നേക്കും അവൻ ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. Forever He is what He is. അവൻ എന്തായിരിക്കുന്നു അത് എന്നേക്കുമാണ്. And I have been chosen to reign with Him.
ഞാൻ അവനോട് ചേർന്ന് വാഴുവാൻ I'm തീരുമാനിക്കുന്നു. not going to allow some dates or days to put me back into the world. ഒരു ദിവസം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം എന്നെ ഈ ലോകത്തിലേക്ക് വലിച്ചു മാറ്റുവാൻ ഞാൻ അനുവദിക്കത്തില്ല. It is my privilege. അതെന്റെ പദവിയാണ്. It is my authority. അതെന്റെ അധികാരമാണ്. I will not let go of what God has given to me freely. ദൈവം എനിക്ക് സൗജന്യമായി തന്ന ഞാൻ വിട്ടുകൊടുക്കുകയില്ല. For me, every day is a resurrection day. എനിക്ക് ഓരോ ദിവസവും പുനരുത്ഥാന ദിവസമാണ്. Look at what Paul says. Let's come back to what Paul says. പൗലോസ് പറഞ്ഞതിലേക്ക് മടങ്ങി വരാം. Hallelujah. Verse 10. 10ാം വാക്യം. Paul is asking for 3 things. 3 കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ്. He says that I may know God, Jesus Christ. എനിക്ക് യേശുക്രിസ്തുവിനെ അറിയണം. And then he says the power of resurrection. രണ്ടാമത് പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. Now this is what the next thing is what we don't normally like. മൂന്നാമത് നമുക്ക് ഇഷ്ടമില്ലാത്ത. It talks about the fellowship of his sufferings. അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ. And then it says being conformed to his death. അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. In other words, മറ്റൊരർത്ഥത്തിൽ if you want to know the resurrection power of God, ഹല്ലേലൂയ, യേശുവിന്റെ പുനരുത്ഥാന ശക്തി നമ്മൾ അറിയണമെങ്കിൽ we need to be partakers of his sufferings. അവന്റെ കഷ്ടാനുഭവത്തിൽ നമ്മൾ പങ്കാളിയാകണം. How do we become partakers of his sufferings? യേശുവിന്റെ കഷ്ടാനുഭവത്തിൽ നമുക്ക് എങ്ങനെ പങ്കാളിയാകാൻ പറ്റും? In every situation of life, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും we choose to walk like Jesus walked. യേശു നടന്നതുപോലെ നടക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. Hallelujah. ആമേൻ. Praise God. Praise God. In every situation of life, ജീവിതത്തിന്റെ ഓരോ we സാഹചര്യങ്ങളിലും choose to walk like Jesus walked. യേശു നടന്നതുപോലെ നടക്കാൻ നമ്മൾ When we തീരുമാനിക്കുന്നു. choose to walk like Jesus walked, യേശു നടന്നതുപോലെ നമ്മൾ നടക്കുമ്പോൾ I can assure you, you will have sufferings in this world. ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ ഉറപ്പായിട്ട് പറയട്ടെ, നിങ്ങൾക്ക് കഷ്ടാനുഭവങ്ങൾ ഉണ്ടാകും. Look, I'm not advocating sufferings. ഞാൻ കഷ്ടാനുഭവത്തെ പ്രഘോഷിക്കുകയല്ല. I never ask for sufferings. ഞാൻ കഷ്ടത ചോദിക്കുന്നവനല്ല. I never pray for sufferings. കഷ്ടത ഞങ്ങൾക്ക് വേണ്ടി ഞാൻ But I പ്രാർത്ഥിക്കത്തില്ല. want you to know when we walk with Jesus, എന്നാൽ യേശുവിനൂടെ നമ്മൾ നടക്കുമ്പോൾ it is inevitable that the world hates us. ഹല്ലേലൂയ, നിശ്ചയമായിട്ട് ലോകം നിങ്ങളെ പകയ്ക്കും. If they hated Jesus, they'll hate you too. യേശുവിനെ അവർ പകച്ചെങ്കിൽ നിശ്ചയമായി നമ്മളെ പകയ്ക്കും. Praise the Lord. ഹല്ലേലൂയ. Be ready for that. നമ്മൾ അതിനായിട്ട് ഒരുങ്ങുക. But the world hating us does not mean that God hates us. He loves us. He always loves us. എന്നാൽ ലോകം നിങ്ങളെ പകച്ചു എന്നതുകൊണ്ട് ദൈവം നിങ്ങളോട് വെറുപ്പാണെന്ന് അർത്ഥമില്ല. Yesterday, my brother, somebody was telling me yesterday evening, ഇന്നലെ ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, they have not been going to the old church for a long time, the traditional church for a long time. കുറെ നാളായിട്ട് പഴയ സഭയിൽ പോകുന്നില്ല. So somebody who saw them on the way asked them like this. അവരുടെ വഴിയിൽ ആരോ ഇങ്ങനെ അവരോട് ചോദിച്ചു, It's been a long time. Where are you? You're not coming to church. ഒത്തിരി നാളായല്ലോ കണ്ടിട്ട് സഭയിൽ വരുന്നില്ലല്ലോ. So my brother told very clearly, we have stopped coming to that church. We are going to a new church. ഹല്ലേലൂയ. ആ സഹോദരൻ ധൈര്യമായിട്ട് പറഞ്ഞു, ആ സഭയിൽ വരെ ഞങ്ങൾ നിർത്തി, ഞങ്ങൾ ഒരു പുതിയ സഭയിൽ പോവുകയാണ്. Immediately the person who asked, their face dropped and it seems they turned away. പെട്ടെന്ന് ചോദിച്ച വ്യക്തിയുടെ മുഖം വാടി അദ്ദേഹം തിരികെ പോയി. That is the devil showing his hatred for the stand that you took. ഹല്ലേലൂയ. താൻ എടുത്ത ആ നിലപാടിനോടുള്ള പിശാചിന്റെ എതിർപ്പാണ് അവിടെ വെളിപ്പെട്ടത്. That is a part of the sufferings of Jesus Christ. അത് യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ നമ്മൾ പങ്കാളിയാകുന്നതിന്റെ ഭാഗമാണ്. But after that, എന്നാൽ അതിന്റെ ശേഷം there is a power of resurrection waiting for you. ആമേൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു പുനരുത്ഥാന ശക്തി കാത്തിരിക്കുന്നു. Whenever you take a stand for Jesus, യേശുവിന് വേണ്ടി എപ്പോൾ ഒരു ഉറപ്പെടും, whenever you choose to walk with Jesus, യേശുവിനോട് നടക്കാൻ എപ്പോൾ തീരുമാനിക്കുന്നു, remember the power of resurrection is coming on you. ഓർക്കുക, പുനരുത്ഥാന ശക്തി നിങ്ങളുടെ മേൽ വരികയാണ്. Church, this morning, let me tell you one thing. ഞാൻ രാവിലെ ഒരു കാര്യം പറയട്ടെ. Do not compromise even in the smallest things. Stand for Jesus. ആമേൻ. ഒരു ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾ കോംപ്രമൈസിൽ ഏർപ്പെടരുത്. എല്ലാത്തിലും യേശുവിന് വേണ്ടി നിൽക്കണം. One of the members of our church, who has been here almost from the beginning, ആദ്യം മുതലുള്ള ഒരു അംഗം, ഈ സഭയിൽ വരുന്ന വ്യക്തി, when he came, the whole family came into the Lord and they came to the church. അദ്ദേഹം സഭയിൽ വന്നപ്പോൾ കുടുംബം മുഴുവൻ ദൈവസന്നിധിയിലേക്ക് വന്നു. Somebody challenged him. ആരോ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. They asked him, who will marry your daughter? ആരോ ചോദിച്ചു, നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കും. His daughter's marriage was the first marriage of our church. മകളുടെ വിവാഹം ഈ സഭയിലെ ആദ്യത്തെ വിവാഹമായിരുന്നു. God did an amazing, glorious, wonderful thing. ആമേൻ. ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹം ആ കുടുംബത്തിന് ദൈവം പകർന്നു. I'm so happy that family never compromised even once. ഒരിക്കൽ പോലും ആ കുടുംബം കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചില്ല. They never, a lot of people came and called them and told them a lot of stories about going back to the church for some time. ഹല്ലേലൂയ. അനേകർ കടന്നു വന്ന് പഴയ സഭയിലേക്ക് മടക്കിയവരെ വിളിച്ചു, എന്നാൽ അവർ കോംപ്രമൈസ് ചെയ്തില്ല. I'm glad that they stood for Jesus. അവർ യേശുവിന് വേണ്ടി നിന്നു. When you stand for Jesus, നിങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ you can expect the power of resurrection every day in your life. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും പുനരുത്ഥാന ശക്തി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. Yes. Amen. You see men of God on fire. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദൈവദാസന്മാർ ആത്മാവിൽ കത്തുന്നത്? Do you know the price that they pay? അവർ കൊടുത്ത വില നിങ്ങൾക്ക് അറിയാമോ? It's very simple. വളരെ ലളിതമാണ്. They decide to stand for Jesus. അവർ യേശുവിന് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചു. No matter what. എന്ത് സംഭവിച്ചാലും As a result, അതിന്റെ ഫലമായി God says, my son, I want to give you a little more of my power. ഹല്ലേലൂയ. ദൈവം തീരുമാനിച്ചു, എന്റെ മോനെ നിനക്ക് ഞാൻ ഇച്ചിരിയുടെ ശക്തി തരിക. Go cast that demon out. ആ പിശാചിനെ നീ ഓടിച്ചുകളാ. Go raise the dead. ആ മരിച്ചവനെ ഉയർപ്പിക്കുക. Go preach the gospel. സത്യമായ സുവിശേഷം When പ്രസംഗിക്കുക. such people go preach the gospel, something happens. അങ്ങനെയുള്ളവർ പോയി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. And it is available for you and me every day. അത്
നമ്മൾക്ക് എന്നും അവൈലബിൾ ആണ്. Church, don't compromise. സഭയെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. Great things are in store for you. നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കാത്തിരിക്കുകയാണ്. Great things from heavenly places. സ്വർഗ്ഗ സ്ഥലങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാത്തിരിക്കുന്നു. Before God really empowers us, ദൈവം നമ്മളെ വാസ്തവമായി ശക്തീകരിക്കുന്നതിന് He മുമ്പ് takes us through a time of testing. നമ്മളെ പരീക്ഷകളിൽ കൂടെ കൊണ്ടുപോകും. Hallelujah. Praise God. പരിശോധന After the testing is over. പരിശോധന കഴിയുമ്പോൾ Hallelujah. What happens? എന്ത് നടക്കും? He anoints you with more power. അധിക ശക്തി കൊണ്ട് അവൻ നിങ്ങളെ അഭിഷേകം ചെയ്യും. Hallelujah. ആമേൻ. Therefore, if you go through trial, don't be crybabies. അതുകൊണ്ട് നിങ്ങൾ പരിശോധനകളിൽ കടന്നു പോകുമ്പോൾ കരയുന്ന കുട്ടികളാകരുത്. Oh, you can cry initially, ആദ്യം കരയാം. but then you can get up and say, Father, I am with you in this. ഹല്ലേലൂയ. പിന്നെ എഴുന്നേറ്റ് പറയാം, കർത്താവേ ഞാൻ ഇതിൽ അങ്ങയുടെ കൂടെ നിൽക്കുക. Because there is a reward for you. കാരണം എനിക്ക് ഒരു പ്രതിഫലം How many of കാത്തിരിക്കുന്നുണ്ട്. you like to go into your home and start praying and you want to see demons going away? എത്ര പേര് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് ദൂരെ ഓടിപ്പോകുന്ന നിങ്ങൾ Not in your കാണാൻ homes, in some other homes. നിങ്ങളുടെ വീടുകളിലല്ല, മറ്റു വീടുകളിൽ. How many of you like to see healings taking place? എത്ര പേര് ആഗ്രഹിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം? Did you know that is God's plan for you? നിങ്ങളെ പറ്റിയുള്ള ദൈവ പദ്ധതിയാണെന്ന് അറിയാമോ? But do you know that is possible when you have fellowship with Jesus? കാരണം നിങ്ങൾ യേശുവുമായി കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. Jesus never said that you can do anything by yourself. യേശു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യും. Jesus said you can do anything because I am with you. യേശു പറഞ്ഞു നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. Hallelujah. ആമേൻ. Do you know why I give a lot of freedom to this young people in the church? ഈ സഭയിലെ യങ് പീപ്പിൾസിന് എന്തുകൊണ്ടാണ് ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? I don't bother too much about them. അവരെ പറ്റി ഞാൻ അങ്ങനെ വിചാരപ്പെടാറില്ല. But in the heart, they are very close to me. കാരണം ഹൃദയത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ വളരെ അടുത്താണ്. Hallelujah. ആമേൻ. We need to be close to God. നാം അതുപോലെ ദൈവവുമായിട്ട് വളരെ അടുക്കണം. Now listen to this. Not in the things of God, but God. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യങ്ങളല്ല, ദൈവവുമായിട്ട് അടുക്കണം. Average Christianity talks about getting involved with the things of God. ശരാശരി ക്രിസ്ത്യാനിത്വം ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത്. For example, in the rest of the world today, everybody is in church. ഉദാഹരണത്തിന് ഇന്ന് ലോകത്തിൽ എല്ലാവരും സഭയില, There ചർച്ചയില. are 2 days when every Christian is in the church. 2 ദിവസങ്ങളിൽ വർഷത്തിൽ എല്ലാവരും ചർച്ചയിൽ Good പോകും. Friday, they go to cry. ഹല്ലേലൂയ. അവര് ദുഃഖവെള്ളിയാഴ്ച പോയി കരയും. And on Sunday, they come to laugh. ഞായറാഴ്ച വന്ന് ചിരിക്കും. The rest of the day, they don't want God. മറ്റു ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ട. They are only interested in the things of God. അവര് ദൈവത്തിന്റെ കാര്യങ്ങളിൽ താല്പര്യരാണ്. Sad thing is, there is no more Good Friday because Jesus has already risen up. Why should you crucify him again and again? ദുഃഖകരമായ സത്യം ഇതാണ്, യേശു ഒരിക്കലായി നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ എന്തുകൊണ്ട് യേശുവിനെ വീണ്ടും വീണ്ടും ഓരോ ആണ്ടിലും ക്രൂശിക്കണം? Why do you do that? നമ്മൾ എന്തുകൊണ്ടാണ് Some people ചെയ്യുന്നത്? know this is just to remember what he has done for you. Don't you remember it every day? ഹല്ലേലൂയ. ചിലർ പറയും അത് യേശു നമുക്ക് വേണ്ടി ചെയ്തതിനെ ഓർക്കാനാ. നമ്മൾ ഇത് എന്നും ഓർക്കേണ്ടതല്ലേ? I tell you, in my life, at least once in 3 days, I have to remember what he has done for me. ആമേൻ. കുറഞ്ഞത് ഒരു ദിവസം 3 തവണയെങ്കിലും യേശു എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ ഓർക്കും. I am what I am because he is what he is. ആമേൻ. ഞാൻ എന്തായിരിക്കുന്നു അത് യേശു ആരായിരിക്കുന്നു അതുകൊണ്ടാണ്. We are people who understand his death. We are people who understand his resurrection. And we are people who are victorious every day of our life. ആമേൻ. നാം യേശുവിന്റെ മരണത്തെ അറിയുന്നവരാണ്, യേശുവിന്റെ പുനരുത്ഥാനത്തെ അറിയുന്നവരാണ്. അതുകൊണ്ടുള്ള ജയം നമ്മൾ ഏറ്റെടുത്ത് അത് ആഘോഷിക്കുന്നവരാണ് നമ്മൾ. Hallelujah. Amen. That's what I have to tell you about Easter. അതാണ് ഈസ്റ്ററിനെ പറ്റി So why don't you പറയാനുള്ളത്. turn to somebody next to you and say, I am in the power of resurrection. ഹല്ലേലൂയ. എന്തുകൊണ്ട് അടുത്ത ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞുകൂടാ? ഹല്ലേലൂയ. ഞാൻ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിലാണ്. I have the power of resurrection flowing in me. Praise the Lord. I have the power of resurrection flowing in me. എന്നിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Because I am a child of God. കാരണം ഞാൻ ദൈവ പൈതലാണ്. And every pain in my life is adding on to the resurrection power. എന്റെ ജീവിതത്തിലെ ഓരോ വേദനകളും ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അധികം എന്നിലേക്ക് പകരുകയാണ്. Hallelujah. ആമേൻ. Every pain that you go through, നമ്മൾ കടന്നു പോകുന്ന ഓരോ വേദനയും it is adding on to the power of God in you. അത് ദൈവശക്തി നിങ്ങൾ പകരുകയാണ് അധികം. Did you know that? നിങ്ങൾക്കറിയാമോ? Every time Paul was put in a prison, ഓരോ തവണയും പൗലോസിനെ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ Paul was getting more power. അദ്ദേഹത്തിന് അധിക ശക്തി ലഭിക്കുക. Hallelujah. There's a man of God in the United States of America. അമേരിക്കയിൽ ഒരു ദൈവദാസനുണ്ട്. His wife left him for 3 years. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ 3 വർഷത്തേക്ക് ഉപേക്ഷിച്ചു. Everybody said his ministry is finished. എല്ലാവരും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തീർന്നു. 2 people did not believe that lie. രണ്ടാളുകൾ ആ പോസ്റ്റ് വിശ്വസിച്ചില്ല. Almighty God who called him into the ministry did not believe that lie. തന്നെ ശുശ്രൂഷയിലേക്ക് വിളിച്ച ദൈവം അത് വിശ്വസിച്ചില്ല. And this man of God did not believe that ഈ lie. ദൈവദാസനും ആ പോസ്റ്റ് വിശ്വസിച്ചില്ല. After 3 years, his wife came back. 3 വർഷത്തിന് ശേഷം ഭാര്യ മടങ്ങി വന്നു. God is a great God. ദൈവം വലിയ ദൈവമാണ്. God has seen you to worship and minister together with your wife. God will do exactly that. ആമേൻ. നിങ്ങളെ നിങ്ങളുടെ ഭാര്യയെ ഒന്നിച്ച് ആരാധിക്കാനും ശുശ്രൂഷിക്കാനും ദൈവം വിളിച്ചെങ്കിൽ ദൈവം അത് നിവർത്തിക്കും. That's the power of God. ആ ദൈവശക്തിയാണ്. And God is calling us to partake of this power ഈ ശക്തിയിൽ പങ്കാളികളാകുവാൻ ദൈവം നമ്മളെ വിളിക്കുക. every day of our life. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും. Are you defeated in any area of your life? നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ പരാജിതരാണോ? This morning you're going to hand over that defeat to God. ഇന്ന് പകൽക്കാലം ആ പരാജയം യേശുവിന് കൊടുക്കുക. You're going to say, Lord, it is true. I am not confirmed to your death in that area. കർത്താവേ, ആ ഭാഗത്ത് നിന്റെ മരണം
മരണത്തോട് ഞാൻ അനുരൂപപ്പെട്ടിട്ടില്ല. In that area of my life, Adam is still alive. എന്റെ ജീവിതത്തിന്റെ പ്രത്യേക ഭാഗത്ത് ഇപ്പോഴും ആദം ജീവിച്ചിരിക്കുക. But I want to put Adam to death. എന്നാൽ ആ ആദമിനെ ഞാൻ കുഴിച്ചിടാൻ You know പോകുന്നു. the beauty of baptism? സ്നാനത്തിന്റെ മനോഹരത അറിയാമോ? You know the beauty of baptism? സ്നാനത്തിന്റെ പ്രത്യേകത അറിയാമോ? How many of you know the beauty of baptism? ആ സ്നാനത്തിന്റെ മനോഹാരിത എത്ര പേർക്ക് അറിയാം? There's nothing that can compare to that. അതിനോട് താരതമ്യം ചെയ്യാൻ മറ്റൊന്നുമില്ല. That is why the devil keeps on fighting against people getting baptized. അതുകൊണ്ടാണ് ആളുകൾ സ്നാനപ്പെടാതിരിക്കാൻ പിശാച് പോരാടുന്നത്. He will do whatever he could do, whatever he can to keep you from the waters of baptism. നിങ്ങളെ സ്നാനപ്പെടുത്താതിരിക്കാൻ പിശാച് തന്നാലാവുന്നതെല്ലാം ചെയ്യും. Last Sunday morning I had a struggle. കഴിഞ്ഞ ഞായറാഴ്ച നമുക്കൊരു സ്ട്രഗിൾ ഉണ്ടായി. But the Lord became victorious. എന്നാൽ യേശു അവിടെ ജയാളിയായി. Lord showed his victory. യേശു പിന്നെ തന്നെ ജയം Why വെളിപ്പെടുത്തി. is baptism so fearsome for the devil? എന്തുകൊണ്ടാണ് സ്നാനത്തെ പിശാച് ഒത്തിരി ഭയപ്പെടുന്നത്? When you are baptized, നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ the old man dies. പഴയ മനുഷ്യൻ മരിക്കുക. Adam has no more right on you. ആദാമ്യ സ്വഭാവം നിങ്ങളുടെ മേൽ ഇനി അധികാരമില്ല. The new man is resurrecting. പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുക. And that new man is like Jesus. ആ പുതിയ മനുഷ്യൻ യേശുവിനെ പോലുള്ളവനാണ്. Question. ചോദ്യം, Can the devil ever defeat Jesus? പിശാചിനെ എപ്പോഴെങ്കിലും യേശുവിനെ തോൽപ്പിക്കാൻ പറ്റുമോ? Every temptation Jesus told him to get lost. ഓരോ പരിശോധനയുടെയും മധ്യത്തിൽ യേശു പറഞ്ഞു നീ പോടാ പിശാച്. 3 temptations. 3 പരിശോധനകൾ. Jesus won all the 3 temptations. 3 പരിശോധനകൾ യേശു ജയിച്ചു. According to the scriptures, ദൈവവചന പ്രകാരം on the day on the cross, യേശു ക്രൂശിലായിരുന്നപ്പോൾ Jesus dealt him that final punch straight on his head. ആമേൻ. അവനെ തലേ എന്നേക്കുമായി യേശു തകർത്തു. That was such a blow, he has not recovered even now. അതിൽ നിന്ന് അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. What recovers right now is the tail. ഇപ്പോഴെന്താണ് അല്പം റിക്കവറി സൗഖ്യം പ്രാപിച്ച അതിന്റെ വാല് മാത്രം. That tail has a little bit of hold on your Adam. ഹല്ലേലൂയ. നിങ്ങളിലുള്ള ആദാമിന്റെ മേൽ ആ വാലിന് അല്പം പിടുത്തമുണ്ട്. Hallelujah. That is where God wants us to be victorious. അവിടെയാണ് നമ്മൾ ജയാളികളാകാൻ ദൈവം Do not ആഗ്രഹിക്കുന്നത്. be conformed to the world. ലോകത്തോട് അനുരൂപപ്പെടരുത്. When we in our heart begins to conform to the world, this tail has a way of poking into your affairs. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ലോകത്തോട് അനുരൂപപ്പെടാൻ തീരുമാനിക്കുമ്പോൾ ഈ പഴയ ആദാമിന്റെ വാല് ചെറുതായിട്ട് ആടാൻ തുടങ്ങും. When we begin to look at the world through the eyes of the world, we are slowly compromising. ലോകത്തിന്റെ കണ്ണുകളിൽ കൂടി നമ്മൾ ലോകത്തെ നോക്കുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങും. When we begin to look at the world and speak the language of the world, we are compromising. ലോകത്തിന്റെ കണ്ണുകളിൽ കൂടി ലോകത്തെ നോക്കി ലോകത്തിന്റെ ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണ്. But thanks be to God who always leads us in triumph in Christ. ആമേൻ. എന്നാൽ ക്രിസ്തുയേശുവിൽ നമ്മളെ എപ്പോഴും ജയാളിയായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. How many of you have that power of resurrection in you this morning? എത്ര പേർക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങളിൽ ഉണ്ട്? Hallelujah. ആമേൻ. Those of you who are baptized recently, I want to tell you one thing. ഈയിടെയായിട്ട് സ്നാനപ്പെട്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ. Don't be satisfied with just water baptism. ജലസ്നാനം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. We teach and preach in this church that there is a distinct endowment of power called baptism of the Holy Spirit. ഈ സഭയിൽ നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യം ദൈവശക്തി നിങ്ങളുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. Ask God for it. അതിനായി ദൈവത്തോട് ചോദിക്കുക. It's a free gift. അത് സൗജന്യമായ ദാനമാണ്. That baptism of the Holy Spirit is the power of resurrection coming on you. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മ സ്നാനം പുനരുത്ഥാന ശക്തി നിങ്ങളുടെ മേൽ വരുന്ന അനുഭവമാണ്. Oh, sometimes you speak in tongues. ചിലപ്പോൾ നിങ്ങൾ അന്യഭാഷകളിൽ You will സംസാരിക്കും. be endued with power. നിങ്ങളുടെ മേൽ ശക്തി നിങ്ങൾക്ക് And അനുഭവപ്പെടും. you will be prophesying. നിങ്ങൾ പ്രവചിക്കും. Hallelujah. Amen. How many of you want that kind of power? എത്ര പേർക്ക് ആ ശക്തി When ആവശ്യമുണ്ട്? you have that kind of power, നിങ്ങൾക്ക് ആ ശക്തി ഉള്ളപ്പോൾ you will realize that you are not second class citizens. നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ രണ്ടാം കിട പൗരനല്ല. You are first class citizens of heaven. നിങ്ങൾ സ്വർഗ്ഗത്തിലെ ഒന്നാം കിട പൗരന്മാരാണെന്ന്. And you cannot be lower than anyone else. മറ്റാരേക്കാളും നിങ്ങൾ താഴെ അല്ല എന്ന് മനസ്സിലാകും. Only one person is above you. നിങ്ങളുടെ മുകളിൽ ഒരാളേ ഉള്ളൂ. His name is Jesus. ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ്. Wives, you don't have to be scared of husbands pushing you down. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ ചവിട്ടി താക്കുമെന്ന് പേടിക്കണ്ട. And the other way also. വേറൊരു വിധത്തിലും. Hallelujah. Amen, amen. Praise the Lord. Hallelujah. Hallelujah. Do you have the power of resurrection? നമുക്ക് പുനരുത്ഥാന ശക്തി Are you baptized in the Holy Spirit and power? നിങ്ങൾ പരിശുദ്ധാത്മാവിലും ശക്തിയിലും സ്നാനപ്പെട്ടു. That is a glorious truth the devil tries to keep away from his church. നിങ്ങൾ അറിയാതെ പിശാച് മറയ്ക്കാൻ ശ്രമിക്കുന്ന സത്യമാണത്. Those of you who are watching me live today, I want to ask you, ലൈവായിട്ട് എന്നെ കാണുന്നവരോട് ഞാൻ ചോദിക്കട്ടെ. are you rejecting the power of resurrection for the sake of a one day Easter? ഈസ്റ്ററിനെ പ്രതി നിങ്ങളുടെ ജീവിതത്തിൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ നിങ്ങൾ നിഷേധിക്കുന്നുവോ? Do you hear what it says in 2 Timothy 3:5? 2 തിമോത്തി 3:5 എന്താണ് പറയുന്നത്? Forms of godliness denying the power of God. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ചു I കളഞ്ഞു. want to tell you openly, those who celebrate Easter without knowing the truth are denying the power of God by holding on to a form of godliness. ഹല്ലേലൂയ. സത്യമറിയാതെ
കൂടാതെ ഈസ്റ്റർ ആഘോഷിക്കുന്നവരോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഹല്ലേലൂയ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ തേച്ചു കളയുകയാണ്. Come today and decide to receive the power of resurrection on your life. ഇന്ന് പകൽക്കാലം പുനരുത്ഥാന ശക്തി നിങ്ങൾക്ക് ലഭിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. Accept Jesus as the Lord of your life. യേശുവിനെ നിങ്ങളുടെ കർത്താവായി അംഗീകരിക്കുക. Walk victoriously in this world. ഈ ലോകത്തിൽ ജയാളികളായി നടക്കുക. God has called us to reign in this world and the world to come. ഓ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും വാഴുവാൻ ദൈവം നമ്മളെ പറ്റി This ആഗ്രഹിക്കുന്നു. is the gospel of the church. ഇതാണ് സഭയുടെ സുവിശേഷം. The true uncontaminated church cannot be tainted with the things of the world. അല്ലല്ല, മലിനമാകപ്പെടാത്ത സത്യമായ സുവിശേഷം ഇതാണ്. Do you know something, people of God? ദൈവജനമേ, നിങ്ങൾക്ക് അറിയാമോ? Jesus is seated in the heavenly places. യേശു സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. Do you know where we are seated? നമ്മൾ എവിടെയാ ഇരിക്കുന്നത്? We are seated in the heavenly places. നമ്മൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. When you are connected to Jesus, യേശുവുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ do you know the power that flows from Jesus to you? യേശുവിൽ നിന്ന് നിങ്ങളിലേക്ക് പകരുന്ന ശക്തി അറിയാമോ? Hallelujah. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. Praise God. When you are baptized in the Holy Ghost, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുമ്പോൾ you are getting a new opening between you and Jesus. യേശു നിങ്ങളും നമ്മൾ ഒരു പുതിയ കണക്ഷൻ കിട്ടുകയാണ്. The same power of resurrection comes on you. അതേ പുനരുത്ഥാന ശക്തി നിങ്ങളിലേക്ക് And വരികയാണ്. now you are on fire. ഇപ്പോൾ നിങ്ങൾ കത്തുകയാണ്. Hallelujah. Amen. Your intelligence will not give you that power. നിങ്ങളുടെ ബുദ്ധിക്ക് ആ ശക്തി തരാൻ പറ്റത്തില്ല. Your educational qualifications cannot give you that power. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ആ ശക്തി തരാൻ പറ്റത്തില്ല. Your ability cannot give you that power. നിങ്ങളുടെ കഴിവിന് ആ ശക്തി തരാൻ പറ്റത്തില്ല. One simple thing, your connection with Jesus Christ in the Holy Spirit, who gives you that power. യേശു കർത്താവുമായിട്ടുള്ള ലളിതമായിട്ടുള്ള ബന്ധം ആ പുനരുത്ഥാന ശക്തി നിങ്ങൾക്ക് പ്രാപിക്കുവാൻ Church, കാരണമാകും. if you are still not been baptized with the Holy Ghost, let this be the last day you're going to do it. ഓ കുഞ്ഞുങ്ങളെ, ഇതുവരെ നിങ്ങൾക്ക് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് അതിനുള്ള ദിവസമായിട്ട് എടുക്കുക. How many of you are baptized in the Holy Ghost? എത്ര പേര് പരിശുദ്ധാത്മ സ്നാനം Can you പ്രാപിച്ചിട്ടുണ്ട്? lift your hands and say, thank you, Lord, for that? ഹല്ലേലൂയ. എത്ര പേര് കരമുയർത്തി കർത്താവേ നന്ദി എന്ന് പറയുമോ? Hallelujah. Amen. But that is not enough. അത്രയും പോരാ. We need to break a couple of other things also in our Christian life. നമ്മുടെ ക്രിസ്ത്യത്തിൽ വേലേജനെ നമ്മൾ മുറിച്ചു മാറ്റണം. For a lot of people who are baptized in the Holy Spirit, they manifest that only when they come together like this. അനേക പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവർ ഇതുപോലെ ഒന്നിച്ചു കൂടുമ്പോൾ മാത്രമേ അത് വെളിപ്പെടുത്തത്തുള്ളൂ. Oh, they begin to speak in tongues only when people come together like this. അവരിങ്ങനെ ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ മാത്രമേ അന്യഭാഷ പറയത്തുള്ളൂ. When powerfully anointed men of God come and preach the word of God, they are ignited. ആമേൻ. ശക്തരായ സുവിശേഷ ദൈവദാസന്മാർ കടന്നു വന്ന് ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ അവർ പിന്നെയും കത്തും. But Monday through Saturday, എന്നാൽ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ they live a defeated life. അവരൊരു പരാജയപ്പെട്ട ജീവിതം നയിക്കുക. We have to go to the next level. നമുക്ക് അടുത്ത തലത്തിലേക്ക് പോയാൽ മതിയാകൂ. On fire every moment of our life. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവം. That's the next level. അത് അടുത്ത തലമാണ്. You may be working in a place. ഒരുപക്ഷെ നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയായിരിക്കാം. Let me tell you, imagine your boss suddenly calling you into your cabin, into his cabin. പെട്ടെന്ന് നിങ്ങളുടെ ബോസ് നിങ്ങൾ തന്റെ ക്യാബിനിലേക്ക് നിങ്ങൾ വിളിക്കുന്നു വിചാരിക്കുക. Excuse me, can you pray for me? ഹല്ലേലൂയ. ബോസ് ചോദിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? You say, yes, sir, I will pray for you. ഹല്ലേലൂയ. നിങ്ങൾ പറയും, ഞാൻ പ്രാർത്ഥിക്കാം. When you pray, imagine the Lord revealing some things about his life to you. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചില രഹസ്യങ്ങൾ നിഗൂഢതകൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി ചിന്തിക്കുക. What will you do? നിങ്ങൾ എന്ത് ചെയ്യും? Say, sir, I will pray for you. പറയും, ഞാൻ ഇത് സാറേ പ്രാർത്ഥിക്കാം. Sir, you have a need in your life. സാറേ നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട് Sir, ജീവിതത്തിൽ. this has nothing to do with our profession. നമ്മുടെ ജോലിയുമായുള്ള ബന്ധത്തിൽ ഇതിന് ബാധകമല്ല. I stand here as a Christian. ഞാൻ ഒരു ക്രിസ്ത്യാനിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. For me to stand as a Christian is the first thing. ഞാൻ ഒന്നാമത് എന്റെ ഉത്തരവാദിത്ത ക്രിസ്ത്യാനിയായി നിൽക്കുക എന്നുള്ളതാണ്. Jesus is my boss even in my workplace. എന്റെ ജോലി സ്ഥലത്ത് യേശുവാണ് എന്റെ ബോസ്. It is Jesus who gave me the job. യേശുവാണ് എനിക്ക് ജോലി തന്നത്. So I want to be a witness for Jesus. അതുകൊണ്ട് യേശുവിന്റെ ഒരു സാക്ഷിയായി ഞാൻ And it is നിൽക്കുക. possible only when you have the power of resurrection on you. അത് പുനരുത്ഥാന ശക്തി ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. And then your boss says, all right, pray for me quick. പെട്ടെന്ന് പറയും, ബോസ് പറയും, എനിക്ക് വേണ്ടി പെട്ടെന്ന് And പ്രാർത്ഥിക്കാം. when that person is healed, ആ വ്യക്തി and when സൗഖ്യമാകുമ്പോൾ, that person is restored, ആ വ്യക്തി he can യഥാസ്ഥാനത്താകുമ്പോൾ, come back and ask you, where did you get that power? ആ വ്യക്തി വന്ന് നിങ്ങളോട് ചോദിക്കും, ഇവിടുന്ന് നിനക്ക് ഈ ശക്തി കിട്ടിയത്? In America, they will say, I too am a Christian. ഹല്ലേലൂയ. അമേരിക്ക പറയും, ഞാനും ക്രിസ്ത്യാനിയാ. Tell them this is the power of resurrection. പറയുക, ഇതാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. Tell them the devil has been lying to the churches in America that just being baptized in the Holy Ghost is enough. ഹല്ലേലൂയ. പറയുക, അമേരിക്കയിലെ ക്രിസ്ത്യാനികളെ പിശാച് പലപ്പോഴും പോഷന്മാരാക്കി ഇങ്ങനെ കള്ളം പറഞ്ഞ് ഒരിക്കൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചാൽ മതി എന്ന് പറഞ്ഞു. They have been calling Holy Spirit baptized people as holy rollers, and they have been hearing a lot of sounds like that. ഹല്ലേലൂയ. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരെ ഹോളി റോളേഴ്സ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ശബ്ദങ്ങൾ അവരെ കേൾപ്പിക്കുക. The people who are baptized in the Holy Spirit, the devil has one way of making fun of them.
അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരെ കളിയാക്കുന്ന ഒരു സ്വഭാവം പിശാചിനുണ്ട്. But in our generation it's going to change. എന്നാൽ നമ്മുടെ തലമുറയിൽ ഒരു മാറ്റം വരാൻ People പോകുന്നു. are going to come to you because you have the power. നിങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് ദൈവം നിങ്ങളുടെ മധ്യത്തിലേക്ക് We are not going to imitate power. നമ്മൾ അതിനെ അനുകരിക്കുകയല്ല. We don't have to imitate anyone. നമ്മൾ ആരെ അനുകരിക്കണ്ട. Original, real, raw power of Jesus Christ is given to the church freely. ആമേൻ. യാതൊരു ഇമിറ്റേഷനും ഇല്ലാതെ ശുദ്ധമായത്, സഭ്യമായത്, സത്യമായത് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു നമ്മളിലേക്ക് തരികയാണ്. Hallelujah. Amen. Whenever there is a talking about the power of God, ദൈവശക്തിയെ പറ്റി ഒരു സംസാരം ഉണ്ടാകും. whenever we preach the power of God, ദൈവശക്തിയെ പറ്റി പ്രസംഗിക്കുമ്പോൾ, whenever we try to manifest His glory, തന്റെ തേജസ് വെളിപ്പെടുത്തത്തക്ക രീതിയിലുള്ള ശുശ്രൂഷ I've നടക്കും. always seen opposition. എനിക്ക് എപ്പോഴും ഓപ്പറേഷൻ ഉണ്ട്. Opposition. ഉണ്ട്. I have no opposition. തടസ്സമുണ്ട്. It happened last Wednesday കഴിഞ്ഞ ബുധനാഴ്ച നടന്നു. when the man of God was in our midst. ദൈവദാസൻ നമ്മുടെ മധ്യ He ശുശ്രൂഷിച്ചപ്പോൾ spoke of the dunamis power of God. അദ്ദേഹം ദൈവത്തിന്റെ ഡൈനാമിക് ശക്തിയെ പറ്റി The പറഞ്ഞു. Lord led me to release the power after that. അതിനുശേഷം ദൈവശക്തിയെ റിലീസ് ചെയ്യാൻ A ദൈവം lot of people came and told me they were blessed. അനേകർ പറഞ്ഞു ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. But after the meeting, one man was jumping and screaming at me, almost ready to tear me apart. അതിനുശേഷം ഒരു മനുഷ്യനെ കീറിക്കളയുമാറ്. And I understood why it happened. അല്ലല്ലേ എന്തുകൊണ്ടാണ് നടന്നത് When എനിക്കറിയാം. genuine power is manifested, യഥാർത്ഥ ദൈവശക്തി വെളിപ്പെടുമ്പോൾ somebody gets offended and hurt. ചിലർക്ക് ഹല്ലേലൂയ മുറിവുണ്ടാകും. We are not people who will be subdued. We are people who will reign. ആമേൻ. നമ്മൾ താഴ്ത്തപ്പെടുന്നവരല്ല, നമ്മൾ വാഴുന്നവരാണ്. We are called to reign by the power of God. ദൈവശക്തിയാൽ വാഴുവാൻ നമ്മളെ How വിളിച്ചിരിക്കുകയാണ്. many people can say an amen to this? എത്ര പേർക്ക് എന്നോട് ആമേൻ പറയാൻ പറ്റും? This is the true resurrection, people of God. ഇതാണ് യഥാർത്ഥ പുനരുത്ഥാനം. Hallelujah. Amen. Turn with me to Psalms 91. 91 സങ്കീർത്തനത്തിലേക്ക് പോകാം. And let's read a couple of verses from that. അവിടെ നിന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. Hallelujah. സ്തോത്രം. We will stop at the right time. We have some exciting things to do this morning. തക്ക സമയത്തിന് നമ്മൾ നിർത്തും. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. Psalms 91. 91 സങ്കീർത്തനം. This is what the Lord has put in my heart this morning for us. ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി കർത്താവിന്റെ ഹൃദയത്തിലിട്ട ചിന്ത ഇതാണ്. But I had to set the stage by telling you about this day and then move on. എന്നാൽ ഈ പുനരുത്ഥാനത്തെ പറ്റിയുള്ള സ്റ്റേജ് ഒന്ന് ഉണ്ടാക്കിയിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ. Verses 1 and 2 of Psalms 91 is a beautiful passage of scripture. മനോഹരമായ സ്ക്രിപ്ചറാണ്. 1-2 വാക്യങ്ങൾ. He who dwells in the secret place of the Most High shall abide under the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress. My God, in Him will I trust. ആമേൻ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തന്റെ നിഴലുകളിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. You see, two conditions there. അവിടെ രണ്ട് വ്യവസ്ഥകൾ കാണാം. Number one, ഒന്നാമത് he who dwells in the secret place. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ. That is a choice which every person has to make. നമ്മൾ വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. The Bible is saying like this. ദൈവവചനം ഇങ്ങനെ പറയുന്നു. If you are ready to dwell in the secret place of the Most High, അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ, are you ready to do that? നിങ്ങൾ ചെയ്യാൻ ഒരുക്കമാണോ? May you be any person. നിങ്ങൾ ആരുമാകട്ടെ. May your past be anything. നിങ്ങളുടെ കഴിഞ്ഞ കാലം എന്തുമാകട്ടെ. May your past be defeated. നിങ്ങളുടെ കഴിഞ്ഞ കാലം But പരാജയമാകട്ടെ. are you willing to come under the shadow of the Almighty? എന്നാൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ നീ തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നാൽ, The shadow of the Almighty is not reserved for special people. ചിലർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കരുതി വെച്ചിരിക്കുന്നതല്ല അത്യുന്നതന്റെ മറവ്. The shadow of the Almighty is for all people. എല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുന്നതാണ് അത്യുന്നതന്റെ മറവ്. Provided you are ready to move into the shadow of the Almighty. ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വ്യക്തിപരമായി ഇതിലേക്ക് കടന്നു ചെല്ലണം. God is personal with people. വ്യക്തിപരമായിട്ടാണ് ദൈവം ഇടപെടുന്നത്. But God opens His doors for everyone. എന്നാൽ എല്ലാവർക്കും ദൈവം വാതിൽ തുറക്കുന്നു. We all have personal understanding with God. ദൈവവുമായി വ്യക്തിപരമായ കാര്യങ്ങൾ We അറിയാം. have our experiences. നമുക്ക് അനുഭവങ്ങളുണ്ട്. But people of God, this morning the call is for all people. എന്നാൽ ഇന്ന് പകൽക്കാലം വിളി എല്ലാവർക്കും He പൊതുവായിട്ടുള്ള. says, whoever wants to dwell in the secret place of the Most High. ദൈവം ചോദിക്കുന്നു, ആർക്ക് എന്റെ രഹസ്യ സ്ഥലത്ത് വസിക്കണം, ആർക്ക് എന്റെ മറവിൽ വസിക്കണം എന്ന് ഓരോരുത്തരോടും യേശു ചോദിക്കുക. 2, what is the place He's inviting us to? രണ്ടാമത് ഏത് സ്ഥലത്തേക്കാണ് യേശു നമ്മളെ He's വിളിക്കുന്നത്? calling us into the secret place. ഹല്ലേലൂയ. സർവശക്തന്റെ നിഴലിന്റെ കീഴിലേക്ക് നമ്മളെ വിളിക്കുക. The English translation is secret place. ഹല്ലേലൂയ. ഇംഗ്ലീഷിലെ രഹസ്യ സ്ഥലം എന്നാണ് You പറയുന്നത്. know, if somebody were to give you a lot of money ഹല്ലേലൂയ. ഒരാൾ നിങ്ങൾക്ക് ഒത്തിരി പണം തരാൻ and ആഗ്രഹിച്ചാൽ, you did not have time to go to the bank to deposit that, അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ ബാങ്കിൽ പോകാൻ സമയമില്ലെങ്കിൽ, then what will you do with that money? ആ പണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? We will keep it in a secret place. നമ്മൾ ഒരു രഹസ്യ സ്ഥലത്ത് വെക്കും. And the particularity of that secret place is like this. ആ രഹസ്യ സ്ഥലത്തിന്റെ പ്രത്യേകത ഇതായിരിക്കും. Nobody will have access to that secret place. ആ രഹസ്യ സ്ഥലത്തേക്ക് ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. Hallelujah. Praise the Lord. Those of you in the church, you can tell the pastor the secret place of your finance. Thank you. ഹല്ലേലൂയ. സഭയിലുള്ളവരെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള രഹസ്യ സ്ഥലം പാസ്റ്റർ പറയാം. But there is a secret place. എന്നാൽ ഒരു രഹസ്യ സ്ഥലമുണ്ട്. And because you have kept something very treasured there, വിലയുള്ളത് ആ രഹസ്യ സ്ഥലം നിങ്ങൾ വെച്ചിരിക്കുന്നത് കൊണ്ട് you will not allow anybody to
to go there. ആരോടെ പോവാൻ നിങ്ങൾ അനുവദിക്കത്തില്ല. This morning I have a message for you. നിങ്ങൾക്കൊരു സന്ദേശം പറയാനുണ്ട്. There is a secret place of God. ദൈവത്തിന്റെ ഒരു രഹസ്യ സ്ഥലമുണ്ട്. Nobody has access to it but the children of God. ആർക്കും അവിടേക്ക് പ്രവേശനമില്ല, ദൈവമക്കൾക്ക് മാത്രമേ How many പ്രവേശനമുള്ളൂ. children of God are here? എത്ര Hallelujah. ദൈവമക്കൾ ഇവിടെ ഉണ്ട്? The devil has no access there. പിശാചിനോട് ചെല്ലാൻ പറ്റത്തില്ല. Oh, no way. ഒരിക്കലും പറ്റത്തില്ല. God will not let him into the secret place. ദൈവത്തിന്റെ രഹസ്യത്തിൽ പിശാചിനെ അനുവദിക്കത്തില്ല. God will not let anybody else into the secret place. മറ്റാരെയും ദൈവം അനുവദിക്കത്തില്ല. No theology or doctrine can get into the secret place. ഉപദേശമോ തിയോളജിയോ അവിടെ കടന്നു ചെല്ലാൻ No പറ്റില്ല. experience that walk into the secret place. അനുഭവങ്ങൾ അവിടെ നമ്മളെ കൊണ്ടെത്തിക്കത്തില്ല. There is something kept for you alone in the secret place. ആ രഹസ്യ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒന്ന് It is reserved for you and you alone. നിങ്ങളുടെ പേരെഴുതി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സൂക്ഷിച്ചിരിക്കുന്നു. When I go into the secret place of the Most High, ഞാൻ അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് പോകുമ്പോൾ I see boxes with my name on it. എന്റെ പേരെഴുതിയ ബോക്സുകൾ ഞാൻ കാണും. I see this is Shiju 9 and only for him. ഹല്ലേലൂയ, ഇത് ഷിജുവിന് വേണ്ടി മാത്രം എഴുതിയ ബോക്സ്. Did you know, children of God, that God has kept a box in the secret place for you and you alone? ആമേൻ. ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരെഴുതി പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി ആ രഹസ്യ സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. He wants you to go there. നിങ്ങളോട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. You know, I love pastoring. പാസ്റ്ററിംഗ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. It makes you to talk with people, you hear their problems, etc. It's good. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കും, അതിനോട് സംസാരിക്കാൻ പറ്റും, നല്ല കാര്യമാണ്. But one of the things I do, ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്, I always lead people to God directly. ഹല്ലേലൂയ, ആളുകളെ നേരിട്ട് ദൈവവുമായി ബന്ധപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. I never attract people to myself എന്നിലേക്ക് ആരെയും ആകർഷിക്കാറില്ല. because I don't have any secret place. കാരണം എനിക്ക് ഒരു രഹസ്യ സ്ഥലമില്ല. I have nothing to offer to the people. എനിക്ക് ആളുകൾ കൊടുക്കാൻ എൻ്റെ As a pastor, my job as a minister of the Lord, our job is to lead the people to God. പാസ്റ്റർ എന്നുള്ള നിലയിൽ, ദൈവത്തിന്റെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുക. There are families here I minister all the time to. എപ്പോഴും ഞാൻ ശുശ്രൂഷിക്കുന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. And I've seen miracles happening in their life because Jesus is in that relationship. ആ ബന്ധത്തിൽ യേശു ഉള്ളതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Hallelujah. Amen. But I always tell them, I say, why don't you pray? Why don't you pray? Why don't you pray? Because there are things waiting for you which I don't know. I have no access for it. But when you go there by yourself, He will give it to you directly, straight away. ആമേൻ, ആമേൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കും, നീ എന്തുകൊണ്ട് നേരിട്ട് പ്രാർത്ഥിക്കുന്നില്ല? ദൈവമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം. കാരണം നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രത്യേകമായി ഒരുക്കി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Think of it this way. ഇങ്ങനെ I ചിന്തിക്കുക. have 2 daughters. എനിക്ക് 2 മക്കളുണ്ട്. The elder one knows me a little more. മൂത്ത മോൾക്ക് ഇച്ചിരി തന്നെ അറിയാം. She can help the younger one to be connected to me. രണ്ടാമത്തെ മോളെ എന്നിലേക്ക് നയിക്കുവാൻ മൂത്ത മോൾക്ക് കഴിയും. But she can never get what I kept for the younger one. എന്നാൽ കൊച്ചു കുഞ്ഞിന് വേണ്ടി സൂക്ഷിച്ചിട്ടുള്ളത് മൂത്ത മോൾക്ക്. What I want to give to the younger one has to come straight from me and my wife. ആമേൻ. കൊച്ചു മോൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കാൻ ഞാനും എൻ്റെ ഭാര്യയും നേരിട്ട് കൊടുക്കണം. This is the New Testament theology. ഇതാണ് പുതിയ നിയമത്തിന്റെ This morning, people of God, I warn you, do not let people attach you to themselves. ഹല്ലേലൂയ, ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഒരു വാർണിംഗ് തരട്ടെ. ആളുകളുമായിട്ട് നിങ്ങളെ ബന്ധപ്പെടുത്തുവാൻ നിങ്ങൾ അനുവദിക്കരുത്. They will disappoint you. അവർ നിങ്ങളെ നിരാശപ്പെടുത്തും. Pastors are allowed to take you to the secret place. ഹല്ലേലൂയ, പാസ്റ്ററുടെ ഉത്തരവാദിത്വം ആ രഹസ്യ സ്ഥലത്തേക്ക് നിങ്ങളെ നയിക്കുകയാണ്. Don't make idols of pastors. പാസ്റ്റർമാരെ വിഗ്രഹമാക്കരുത്. Somebody shout an amen. ആമേൻ. Because in the secret place of the Most High, God has kept something for you. കാരണം അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. A pastor, a teacher, an apostle, whatever you call a man, his job is to equip you and make you like him or her. ആമേൻ. പാസ്റ്റർ ആകട്ടെ, ടീച്ചർ ആകട്ടെ, അപ്പോസ്തലനാകട്ടെ, ആരുമാകട്ടെ, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ നിങ്ങളെ യേശുവിനെ പോലെ ആക്കുവാൻ നിങ്ങളെ സഹായിക്കുകയാണ്. This church stands for that. ഈ സഭ അതിനായി നിൽക്കും. Because in the secret place, God has kept something for you. കാരണം രഹസ്യ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സൂക്ഷിച്ചിട്ടുണ്ട്. In that day when I stand before Jesus, I don't want to rob a lot of people of what was rightfully theirs. ഹല്ലേലൂയ, നമ്മൾ യേശുവിന് മുമ്പാകെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് കവർന്നെടുക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. The Lord will ask me in that day, most probably, മിക്കവാറും ദൈവം അതിനോട് ഇങ്ങനെ ചോദിക്കും, did you reveal to them that they must walk with me and me alone? ഹല്ലേലൂയ, ഈ കാര്യം അവരെ പഠിപ്പിച്ചായിരുന്നു കുഞ്ഞെ? അവരെന്റെ കൂടെ നടക്കാൻ തക്കവണ്ണം നീ അവരെ പഠിപ്പിച്ചായിരുന്നു? If I tell them, no Lord, I'm likely to lose popularity, so I decided to get them towards me, the Absalom spirit, and keep them around me, and because I am the local man around, and I'm not going to say that. എന്റെ പ്രസിദ്ധി നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട് അവരെ എന്നിലേക്ക് തന്നെ അടുപ്പിക്കാനും ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലജ്ജിക്കേണ്ടി വരും. What a temptation. എത്ര വലിയ പ്രലോഭനം. That you desire people to come to you all the time and you become the most important person in the world. ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും നിങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളവരായി തീരുവാനുള്ള ആഗ്രഹം. There's only one shepherd ഒരിടയൻ മാത്രമേ who ഉള്ളൂ, has authority and right and love for his flock. തന്റെ ആടുകൾക്ക് വേണ്ടി സ്നേഹവും അധികാരവും എല്ലാ വഴികളുള്ള ഒരേ ഇടയൻ. What's his name? ആ ഇടയന്റെ പേരെന്താണ്? His name is Jesus. ആ ഇടയന്റെ പേരാണ് യേശു. No pastor died for you on the cross. ഒരു പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടില്ല. Hallelujah. Amen. Break that idol in Jesus' name. ആ വിഗ്രഹത്തെ യേശുവിന്റെ നാമത്തിൽ ഉടച്ചു കളയുക. Some of those dark, some of those riches of the heavenly places, the secret place is only for you.
സ്വർഗ്ഗത്തിലെ വലിയ നിക്ഷേപങ്ങൾ, ധനം ആ രഹസ്യ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. Those of you who are born again, you have just been baptized, you need the help of a pastor. I'm there for you. നിങ്ങൾ വീണ്ടും ജനിച്ചവർ, ഈയിടെയായി സ്നാനപ്പെട്ടവർ, നിങ്ങൾക്ക് ഒരു പാസ്റ്ററുടെ സഹായം ആവശ്യമാണ്. I have to raise you up. നിങ്ങളെ ഉയർത്തേണ്ട But ആവശ്യമുണ്ട്. comes a time when in the Lord I'll make you to fly. എന്നാൽ ഒരു സമയം വരുന്നു, ക്രിസ്തുയേശുവിൽ നിങ്ങൾ തനിയെ പറക്കാനുള്ള സമയം. Because you have to fly high, you have to use your key to open the treasures in the dark places, in the കാരണം hiding നിങ്ങൾ place. തന്നെ പറന്ന് ചെന്ന് ആ രഹസ്യ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ബോക്സിൽ തുറക്കാനുള്ള ചാവി, കീ നിങ്ങളെ ദൈവം People, are ഏൽപ്പിച്ചിരിക്കുന്നു. you following me this morning? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Somebody shout an amen. ആമേൻ, ഹല്ലേലൂയ. Turn to somebody and say, I have a personal relationship with God. ആമേൻ. അടുത്ത ഒരാളോട് പറയുക, I have a personal relationship with Oh, my I have a God. personal relationship with God. I have a personal, എനിക്ക് ദൈവവുമായി വ്യക്തിപരമായ ഒരു And ബന്ധമുണ്ട്. I have a key that is going to open the riches of his treasures for me. ദൈവം എനിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന വിലയേറിയ നിക്ഷേപങ്ങളെ തുറക്കാനുള്ള ഒരു ചാവി, ഒരു താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. You know why people don't grow normally? എന്തുകൊണ്ടാണ് ആളുകൾ വളരാത്തത്? Because everybody likes a psychological leaning on somebody. ഹല്ലേലൂയ, സ്തോത്രം. അതെ, സൈക്കോളജിക്കലായിട്ട് മറ്റൊരാളുടെ മേൽ ചാരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. I tell you, God doesn't like that. ദൈവത്തിന് അത് ഇഷ്ടമല്ല. Would you like your children to lean on your nurses, on the nurses of those children? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മേൽ ഇങ്ങനെ അങ്ങ് ചാരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? Let me give you an example and I'll quickly go forward. അതെ, ഉദാഹരണം തന്നിട്ട് മുന്നോട്ട് പോകാം. You take your children for baby care, daycare, whatever you call it. കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ കൊണ്ടുപോയാൽ After a couple of days, 3 ദിവസം, കുറച്ച് your ദിവസം children do not want to come back home and be with you. അല്ലല്ലേ, കുഞ്ഞുങ്ങൾ മടങ്ങി വരാൻ ആഗ്രഹമില്ല. Because they're so attached to the nurse of the daycare. അവർ ഡേ കെയറിലെ നേഴ്സുമായി ഒത്തിരി ബന്ധത്തിലാണ്. How do you like it? നിങ്ങൾക്ക് ഇഷ്ടമാണോ? Maybe some parents in America, it's okay. ഹല്ലേലൂയ. But God doesn't say that. ചില മാതാപിതാക്കൾ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരിക്കാം, എന്നാൽ ദൈവത്തിന് ഇഷ്ടമല്ല. God doesn't say that. ദൈവത്തിന് പറയുന്നത്, The Bible says, even if your father and mother desert you, throw you out, I will still not forsake you. ആമേൻ. ദൈവത്തിന് പറയുന്നത്, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. People of God, there is something specific kept for you in the secret place. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കായി പ്രത്യേകമായ ചില ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. And when you go to the place of the Most High, നിങ്ങൾ അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് പോകും. there is a word which I see here in my English translation, Psalms 91:1. He shall abide under the shadow of the Almighty. അവൻ അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് വസിക്കും. Abide. വസിക്കുക. Use the word abide. Abide. ആമേൻ, ആമേൻ. വസിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കും. The word abide means to stay for 20 days. ഹല്ലേലൂയ. വസിക്കുക എന്ന് പറഞ്ഞാൽ 20 ദിവസം താമസിക്കുക. No, wrong. തെറ്റാണ്. It means for 30 days. 30 ദിവസം താമസിക്കുക. Wrong. തെറ്റാണ്. It means for 2 months. 2 മാസം. Wrong. തെറ്റാണ്. It means forever and ever and ever. എന്നും എന്നേക്കും എപ്പോഴും എപ്പോഴും. We are called to live with him forever. നാം അവനുമായി ഒന്നിച്ച് വസിക്കാൻ എപ്പോഴും Our വിളിക്കുന്നു. hearts are a dwelling place for him. നമ്മുടെ ഹൃദയം അവന്റെ വാസസ്ഥലമാണ്. And he is a dwelling place for us. അവൻ നമ്മുടെ വാസസ്ഥലമാണ്. Hallelujah. Amen. Quickly go with me to John 15. പെട്ടെന്ന് നമുക്ക് യോഹന്നാൻ 15-ാം You can അധ്യായത്തിലേക്ക് see a New Testament version of Psalms 19. ഹല്ലേലൂയ. ഈ വാക്യത്തിന്റെ ഒരു പുതിയ നിയമ പരിഭാഷ നമുക്ക് കാണാം അവിടെ. We can see Psalms 15 what Jesus says. 15-ാം യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ He says, I am the true wine and my father is a vine dresser. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് And തോട്ടക്കാരനാണ്. then in verse 4 he says, 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, abide in me എന്നിൽ വസിപ്പീൻ. and I in you. Let us have a good relationship where we live with one another. ഓ, നമുക്കൊരു നല്ല ബന്ധമുണ്ടാകാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിക്കുന്ന അനുഭവം. Let us live with one another. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും Let വസിക്കാം. us live in love and in peace and joy. ഹല്ലേലൂയ. സന്തോഷത്തിലും സ്നേഹത്തിലും നമുക്ക് സമാധാനത്തിലും. Verse 4 says, 4-ാം വാക്യം പറയുന്നു, abide in me എന്നിൽ വസിപ്പീൻ, and I in you. ഞാൻ നിങ്ങളിൽ വസിക്കാം. As the branch cannot bear fruit of itself unless it abides in the vine, neither can you unless you abide in me. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നതല്ല. Abide in me. എന്നിൽ വസിക്കാം. I go to the homes of many of the people in this church when they call me. ഈ സഭയിലുള്ള അനേകരുടെ വീട്ടിൽ അവരെന്നെ But I don't വിളിക്കുമ്പോൾ abide there. I have maybe 1 hour, 2 hours. I see them, I talk to them, I say, wonderful God loves you, and I come back. ഞാൻ പെട്ടെന്ന് അവരോടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടുന്ന് പുറപ്പെടും. I have a dwelling place എനിക്കൊരു വാസസ്ഥലമുണ്ട്, which is permanent. അത് നിത്യമാണ്. At the end of the day, I go there. ഞാൻ ദിവസത്തിന്റെ അവസാനത്തിൽ അവിടെ പോകും. I have my own room. എന്റെ വീടുണ്ട്. Wherever I go, at the end of the day, I get there. എവിടെ ഞാൻ പോയാലും രാത്രിയിൽ അവിടെ വരും. That is where I dwell. അവിടെയാണ് ഞാൻ വസിക്കുന്നത്. This morning, I want you to know God wants us to dwell with him. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവത്തോടുകൂടെ വസിക്കാൻ ദൈവം He ആഗ്രഹിക്കുന്നു. is our resting place. അവനാണ് നമ്മുടെ റെസ്റ്റ്. He is our everything. അവനാണ് നമ്മുടെ സർവ്വവും. Can you imagine at the end of the day, after all those struggle, you go and put your head on somebody called Jesus? ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു ദിവസത്തെ സംഭവബഹുലമായ ജീവിതത്തിന്റെ അവസാനത്തിൽ രാത്രിയിൽ വന്ന് നമ്മുടെ തല യേശുവിന്റെ മേൽ ചാരി ആശ്വസിക്കുന്നു. Do you know why people don't sleep well? എന്തുകൊണ്ടാണ് ആളുകൾ ശരിയായിട്ട് ഉറങ്ങാത്തത്? Because they don't put their head where it should be. കാരണം അവരുടെ
തല എവിടെ ചായ്ക്കണ്ടേ അവിടെ അല്ല അവർ We ചായ്ക്കും. have a dwelling place. നമുക്കൊരു വാസസ്ഥലമുണ്ട്. That is Jesus himself. അത് യേശു തന്നെയാണ്. And as we continue to read John 15, അത് യോഹന്നാന്റെ സുവിശേഷം verse 15 5, അഞ്ചാം വാക്യം. I am the vine, ഞാനാണ് മുന്തിരിവള്ളി, you are the branches. നിങ്ങൾ കൊമ്പുകൾ. He who abides in me and I in him, നിങ്ങൾ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ you will bear much fruit. നിങ്ങൾ അധിക ഫലം പുറപ്പെടുവിക്കും. For without me, you can do nothing. കാരണം എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. So abiding in God is not only for protection, security and comfort, it is also for fruitfulness. നമ്മുടെ ആശ്വാസത്തിനും സുരക്ഷിതത്വത്തിനും മാത്രമല്ല, നമ്മുടെ ഫലപ്രദമായ അവസ്ഥയ്ക്ക് നമ്മൾ കർത്താവിൽ വസിക്കണം. That is the beauty of dwelling with this under the shadow of the Almighty. അതാണ് അത്യുന്നതന്റെ നിഴലിൽ വസിക്കുന്നതിന്റെ പ്രത്യേകത. So we have just defined our position in Christ. ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ സ്ഥാനം നമ്മൾ പറഞ്ഞു. Now see what we are going to do. Verse 2 രണ്ടാം of വാക്യം Psalms 91. അല്ലെങ്കിൽ 91 സംഗീതം രണ്ടാം വാക്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം പറയുകയാണ്. This man says, I will say of the Lord, he is my refuge and my fortress, my God, in him I will trust. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വസിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും എൻ്റെ ഹല്ലേലൂയ സർവസ്വമാകുന്നു പറയും. That is his declaration about God. അത് ഈ സങ്കീർത്തനക്കാരന്റെ പ്രഖ്യാപനമാണ്. When you reside with God, നാം ദൈവത്തിൽ വസിക്കുമ്പോൾ you have something to say about God. ദൈവത്തെ പറ്റി പറയാൻ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ ഉണ്ടാവും. If you are living in the dwelling place of God Almighty, ദൈവത്തിന്റെ അത്യുന്നതന്റെ രഹസ്യസ്ഥലം നിങ്ങൾ പാർക്കുമ്പോൾ you have something to say about God. ദൈവത്തെ പറ്റി പറയാൻ നിങ്ങൾക്ക് കാണും. This is the psalmist testimony of God. ഇത് ഈ സങ്കീർത്തനക്കാരന്റെ ദൈവത്തെ പറ്റിയുള്ള സാക്ഷ്യമാണ്. What is your testimony about God? ദൈവത്തെ പറ്റിയുള്ള നിങ്ങളുടെ സാക്ഷ്യം എന്താ? My testimony about God is my God is a victorious God. ആമേൻ. എനിക്ക് ദൈവത്തെ പറ്റിയുള്ള സാക്ഷ്യം ഇതാണ്, എൻ്റെ ദൈവം ജയാളിയായ ദൈവമാണ്. My testimony about God is he's a healer. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെ പറ്റിയുള്ള സാക്ഷ്യം അവൻ സൗഖ്യദായകനാണ്. My testimony about my God is he's righteous. എൻ്റെ ദൈവത്തെ പറ്റിയുള്ള സാക്ഷ്യം ഇതാണ്, അവൻ നീതിമാനാണ്. My testimony about my God is he's a sanctifier. അവൻ എന്നെ വിശുദ്ധീകരിക്കുന്നവനാണ്. ഇതാണ് എനിക്ക് ദൈവത്തെ പറ്റിയുള്ള സാക്ഷ്യം. I try to dwell under the shadow of the Almighty. ഞാൻ അത്യുന്നതന്റെ ചിറകിൻ കീഴിൽ വസിക്കാൻ Because I do that, I am able to say what I have experienced of my God. ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ പറ്റി അനുഭവിക്കുന്ന അനുഭവങ്ങൾ പറയുവാൻ എനിക്ക് കഴിയും. That is the testimony we are looking forward to this church. ഈ സഭയ്ക്ക് ആ സാക്ഷ്യമാണ് ആവശ്യം. Many of our brothers and sisters know that God can raise from the dead. ഹല്ലേലൂയ. നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അറിയാം, മരണത്തിൽ നിന്ന് പോലും നമ്മളെ ഉയർപ്പിക്കാൻ ദൈവം Church, even last week, God brought somebody back from death. Did you know that? ഈവൻ കഴിഞ്ഞ ആഴ്ചയിലും ചിലരെ മരണത്തിൽ ദൈവം ഉയർപ്പിച്ചു. Somebody shout an amen. ഹല്ലേലൂയ. God is doing great things in your midst. നിങ്ങളുടെ മധ്യത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം Our ചെയ്യും. God is somebody who raises people from the dead. മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. Hallelujah. We Amen. had different experiences with death. നമുക്ക് മരണത്തെ പറ്റി പല In അനുഭവങ്ങളുണ്ട്. one case, we prayed till the person came off. ഹല്ലേലൂയ. ഒരു പ്രത്യേക സംഭവത്തിൽ ആ വ്യക്തി ജീവിക്കുന്നവരെ പ്രാർത്ഥിച്ചു. In another place, we just called that person by name. Come back in Jesus' name. വേറൊരു സ്ഥലത്ത് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരിക എന്ന് പറഞ്ഞപ്പോൾ മടങ്ങി വന്നു. That person's name we called. ആ വ്യക്തിയുടെ പേര് That person was sinking. ആ വ്യക്തി മുങ്ങിക്കൊണ്ടിരുന്നു. But as the Lord empowered us, we said, come back here. It's not time for you to go. എന്നാൽ ദൈവം ശക്തി തന്ന അനുസരിച്ച് മടങ്ങി വരിക യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞു. In about 30 minutes, that person was removed to the ward. ഹല്ലേലൂയ സ്തോത്രം. 30 മിനിറ്റത്തെ വാർഡിൽ നിന്ന് മാറ്റിയിരുന്നു. You know who our God is. നമ്മുടെ ദൈവം ആരാണെന്ന് അറിയാമോ? എത്ര ദൈവം വലിയവനാണ്. Turn to somebody and say, you know who our God is. ഓ, നമ്മുടെ ദൈവം ആരെന്ന് നിങ്ങൾക്ക് അറിയാമോ? The more you meditate on this God, the more you will know who he is. അധികം അവനെ ധ്യാനിക്കുന്ന അനുസരിച്ച് അവന്റെ മഹിമ അധികം വെളിപ്പെടും. When we meditate on ourselves and our abilities, our sphere becomes limited. ഹല്ലേലൂയ. നമ്മളെ പറ്റി തന്നെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ചുരുങ്ങി പോകും. Oh, who's going to get me that house? ആര് ഈ വീട് എനിക്ക് തരും? Who's going to buy me that car? ആ കാർ ആര് എനിക്ക് Oh, വാങ്ങിച്ചു? how can I get a job? എനിക്ക് എങ്ങനെ ജോലി കിട്ടും? Instead of that, look at God. അതിന് പകരം ദൈവത്തെ നോക്കുക. Jehovah Jireh, my provider. ഓ, ദൈവം എനിക്ക് വേണ്ടി കരുതും. Whenever I have a problem in my bank account, I just do one thing. This is a secret. Don't tell other people. ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്ത് I look at രഹസ്യമാണ്. my bank account and say, Jehovah Jireh. That's the name. Amen. ആമേൻ. ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നോക്കിയിട്ട് പറയും, യേശു എനിക്കായി കരുതുന്നു. God provides somewhere. ദൈവം എനിക്കായി കരുതും. I don't have to go and ask people. Praise God. ആളുകളോട് പോയി ചോദിക്കേണ്ട ആവശ്യം I said, വരുന്നില്ല. Jehovah Jireh, he provides. ഞാൻ പറയും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു. If I have a sickness in my body, if I feel like, I said, he is my healer. എൻ്റെ ശരീരത്തിൽ ഒരു അസുഖമുണ്ടെങ്കിൽ ഞാൻ പറയും, യേശു I declare the name of my God. ഞാൻ എൻ്റെ ദൈവത്തിന്റെ നാമം പ്രഖ്യാപിക്കും. When you go through difficulties, learn to declare the name of your God. പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുവാൻ പഠിക്കുക. Those of you are listening to me, if you feel you don't have a pastor or a shepherd, remember, he's El Rohi, my shepherd, my care, the one who takes care of me.
ഹല്ലേലൂയ. ഓൺലൈനിൽ കൂടി ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾക്കൊരു പാസ്റ്റർ ഷെപ്പേർഡോ ഇല്ലെങ്കിൽ യഹോവയായ ദൈവം നിങ്ങളുടെ ഇടയൻ, അവൻ നിങ്ങളെ പരിപാലിക്കും. You cannot find a greater pastor than Jesus Christ. യേശുക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു പാസ്റ്റർ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല. If you don't have a pastor, talk to him. He will put you in a good church. ഹല്ലേലൂയ. നിങ്ങൾക്ക് പാസ്റ്റർ എങ്കിൽ യേശുവിനോട് ചോദിച്ചാൽ ഒരു നല്ല സഭയിൽ യേശു നിങ്ങളെ ആക്കും. Because pastors are appointed by Jesus himself. കാരണം യേശു തന്നെയാണ് പാസ്റ്റർമാരെ നിയമിക്കുന്നത്. So what you speak about God is a sign of you living under the shadow of the Almighty. കാരണം നിങ്ങൾ ദൈവത്തെ പറ്റി സംസാരിക്കുന്ന ആ സാക്ഷ്യങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ രഹസ്യ സ്ഥലത്ത് താമസിക്കുന്നു എന്നതിന്റെ തെളിവാണ്. Or other way, വേറൊരർത്ഥത്തിൽ, when you live under the shadow of the Almighty, നിങ്ങൾ അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് പാർക്കുമ്പോൾ you will have something to say about God. നിങ്ങൾക്ക് ദൈവത്തെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങൾ Your mouth and your heart will be full of God, ആമേൻ. നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ വായ നിറയെ ദൈവമായിരിക്കും. not about yourself. നിങ്ങൾ ഒരിക്കലും മരത്തില്ല. Hallelujah. Amen. It's all about what God did for me, what God did for me, who Amen, God is. amen. I'm excited about God, His personality, His power, Hallelujah. His greatness, His awesomeness. I am all about God. ആമേൻ. നിങ്ങൾ ദൈവത്തെ പറ്റി മാത്രമേ പറയത്തുള്ളൂ. അവന്റെ വ്യക്തിത്വം, അവന്റെ സ്നേഹം, അവന്റെ കൃപ, അവന്റെ വിടുതൽ, അവന്റെ നന്മകളല്ല നിങ്ങൾക്കൊന്നും പറയാൻ കാണത്തില്ല. Normally what people talk about is either about themselves or the devil. സാധാരണ ആളുകൾ അവരവരെ പറ്റി പറയും, അല്ലെ പിശാചിനെ പറ്റി പറയും. അങ്ങനെയല്ലേ സത്യം? Do you know how sad it is? എത്ര ദുഃഖകരമാണത്. Please don't talk about the devil. പിശാചിനെ പറ്റി പറയരുത്. Don't give him all the glory. അവന് മഹത്വം കൊടുക്കരുത്. The devil pinched me, the devil did this, the devil did that, the devil. What can the devil do unless you allow him? ആമേൻ. പിശാച് അങ്ങനെ ചെയ്ത് നുള്ളി പിച്ചിന്നൊന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ല. നിങ്ങൾ അനുവാദം കൊടുക്കാതെ പിശാച് നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? Why is there a silence suddenly? എന്താണ് സൈലൻസ്? Don't be advocates of the devil. നിങ്ങൾ പിശാചിന്റെ വക്താക്കളാകരുത്. You are advocates of the most holy God. നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ വക്താക്കളാണ്. Speak what He has to speak. അവന് ദൈവത്തിന് സംസാരിക്കാനുള്ള നിങ്ങൾ. Do you know that God is going to do even greater things in Philadelphia? നിങ്ങൾക്ക് അറിയാമോ ഫിലഡൽഫിയയിൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. One of the greatest revivals is going to hit this land. ഏറ്റവും വലിയ ഉണർവ് ഈ ദേശത്ത് തൊടാൻ പോവുക. Nobody can stop it. ആർക്കും തടയാൻ പറ്റത്തില്ല. The devil used to tell me it may not happen, it will go away as a wind. ഹല്ലേലൂയ. പിശാച് ചിലപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് സംഭവിക്കത്തില്ല, അതൊരു കാറ്റ് പോലെ കാറ്റായിട്ട് He said, you're not prepared enough. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ ഇത്ര ഒരുങ്ങിയിട്ടില്ലെന്ന് പറയും. I tell him, don't tell me that. When God sends a revival, He'll prepare His people for that. ഞാൻ പറയും, എന്നോട് അത് പറയരുത്. ദൈവം ഉണർവായിക്കുമ്പോൾ ദൈവം അതിനായിട്ട് ജനത്തെ ഒരുക്കും, ദൈവം അത് ചെയ്യും. How can the devil stop God's works? ദൈവത്തിന്റെ വേലയെ എങ്ങനെ പിശാചിന് തടയാൻ പറ്റും? People of God, the devil is not equal to God. Please understand this. ഓ ദൈവമക്കളെ, നിങ്ങൾ ദയവായി മനസ്സിലാക്കണം, പിശാച് ദൈവത്തിന് സമാസമം He's നിൽക്കുന്നവനല്ല. just a creature. അവനൊരു സൃഷ്ടിയാണ്. He's a servant. അവനൊരു ദാസനാണ്. Thrown away from the very presence, thrown away from God's work, ministry. ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് എടുത്തെറിയപ്പെട്ടവനാണ്. He's destroyed on the cross. അവൻ ക്രൂശിൽ And തകർക്കപ്പെട്ടവനാണ്. God has allowed the what do you call, the tail to, wag for a little time. അല്പസമയത്തേക്ക് വാലാടാൻ ദൈവം സമ്മതിക്കുന്നു. Why does God allow that? എന്തിനാ ദൈവം അത് അനുവദിക്കുന്നത്? I'll tell you, for the perfecting of His saints. That's why. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി അവരെ ഒരുക്കാൻ. Speak about God. ദൈവത്തെ പറ്റി പറയുക. Speak about His glory. തന്റെ മഹത്വം പ്രഖ്യാപിക്കുക. Speak about His wonders. അവന്റെ അത്ഭുതങ്ങളെ പറയുക. On the day of Pentecost, the disciples did exactly that. ഹല്ലേലൂയ. പെന്തക്കോസ്തിൽ ശിഷ്യന്മാർ അതാ ചെയ്തേ. When the power of God came upon them, their tongues began to move. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തി വന്നപ്പോൾ അവരുടെ നാവ് സ്വതന്ത്രമായി. Those who listened to them in their own languages heard the wonders of God. അവരവരുടെ ഭാഷകളിൽ അവരെ കേട്ടത് അവരെ പറഞ്ഞു ദൈവത്തിന്റെ അത്ഭുതങ്ങളെ. We must ask God to baptize our tongue with fire. ഹല്ലേലൂയ. നമ്മുടെ നാവുകളെ തീ കൊണ്ട് സ്നാനപ്പെടുത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. I do my best not to speak anything negative about myself. എന്നെ പറ്റി മോശമായിട്ടൊന്നും പറയാതിരിക്കാൻ ഞാൻ I പ്രാർത്ഥിക്കുന്നുണ്ട്. keep on trying to speak good things. നല്ലത് മാത്രം പറയാൻ I want to ശ്രമിക്കുന്നു. speak only perfect things. പൂർണ്ണമായത് മാത്രം പറയാൻ I don't ശ്രമിക്കുന്നു. want to speak negative things. നെഗറ്റീവ് എനിക്ക് പറയണ്ട. Because when I sow into the spiritual world with positive things, good things, I begin to reap the same thing. ആമേൻ. ആത്മലോകത്തിലേക്ക് ഞാൻ ശ്രേഷ്ഠമായ കാര്യങ്ങളെ വിതയ്ക്കുമ്പോൾ ശ്രേഷ്ഠമായ തന്നെ ഞാൻ കൊയ്യും. Hallelujah. Praise the Lord. Hallelujah. Amen. Any kind of a curse is not from God. ഏതെങ്കിലും ശാപം ദൈവത്തിന്റെ ഇഷ്ടമല്ല. If you curse children, if you curse your wife, if you curse your husbands, let me tell you, this is what happens. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ മാതാപിതാക്കളെയോ ഭാര്യ ഭർത്താവിനെ നിങ്ങൾ ശപിച്ചാൽ അത് ദൈവഹിതമല്ല. Look at this. ശ്രദ്ധിക്കുക. Watch. I give this to my brother here. ഇത് എന്റെ സഹോദരൻ. I want everybody to watch. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. Open your eyes and see. കണ്ണു തുറന്ന് നോക്കണം. I give this to my brother here. ഈ ഫോൺ എന്റെ സഹോദരൻ ഞാൻ കൊടുത്തു. He doesn't want it. അദ്ദേഹത്തിന് ഇത് വേണ്ട. Who is it with? ഇത് ആരുടെ കയ്യിലാ? It's with me. ആമേൻ. എന്റെ കയ്യിൽ തന്നെ. I begin to curse my brother. എന്റെ സഹോദരനെ ഞാൻ ശപിക്കാൻ He തുടങ്ങി. said, no, I'm a blessed man and no curse is going to be on me. സഹോദരൻ പറയുകയാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്റെ ശാപം എന്റെ പറ്റുകയില്ല. Who is the curse with? അപ്പൊ ശാപം ആരുടെ കയ്യിലായിരിക്കും? Hallelujah. Amen. Praise God. Hallelujah. So if you curse somebody with your mouth out of frustration, just ask God forgiveness, because we don't want to be cursed. നിരാശപ്പെട്ട ആരെയെങ്കിലും നിങ്ങൾ ശപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. നമ്മൾ ആരെയും ശപിക്കുന്നവരല്ല. Nobody can curse a man or a woman who is already blessed by God. Can they? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ശപിക്കാൻ ആർക്ക് കഴിയും? David was running around to be he was running around. ആമേൻ. ആമേൻ. ദാവീദ് ഇങ്ങനെ ഓടിപ്പോവുകയാണ്. Somebody called him a dog. ഹല്ലേലൂയ. നായ എന്ന് വിളിച്ച ഒരാൾ. David do anything?
ദാവീദ് ഒന്നും ചെയ്തില്ല. Because David knew he was going to be the next king of Israel. കാരണം ദാവീദിന്റെ ഞാൻ അടുത്ത ഇസ്രായേലിന്റെ രാജാവാണ്. He didn't say anything. ഒന്നും പറഞ്ഞില്ല. But because it is in the old covenant, David kept this in his mind. എന്നാൽ പഴയ നിയമം ആയതുകൊണ്ട് ഈ കാര്യം ദാവീദിന്റെ ഹൃദയത്തിൽ And സൂക്ഷിച്ചു. before he died, he asked his son Solomon to kill Shimei, who cursed him. അതായത് തന്റെ മരണത്തിന് മുമ്പ് ശലോമോനോട് അതിന് പ്രതികാരം ചെയ്യുവാൻ പറഞ്ഞിട്ടാണ് But മരിച്ചത്. we are not called to curse people, we are called to bless people. എന്നാൽ നമ്മൾ ശപിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ദൈവം We are വിളിച്ചിരിക്കുന്നു. not in the old covenant, we are in the new covenant. നമ്മൾ പഴയ നിയമത്തിലല്ല, പുതിയ The നിയമത്തിലാണ്. way we use our mouth, we must speak always about God. ഹല്ലേലൂയ. നമ്മുടെ വായെ ദൈവത്തെ പറ്റി പറയാനാണ് നമുക്ക് And തന്നിരിക്കുന്നത്. then in verse 3, മൂന്നാം വാക്യത്തിൽ you can see the things that this man has to say about other people. ഹല്ലേലൂയ, മറ്റുള്ളവരെ പറ്റി പറയുവാനുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. What does he say? അദ്ദേഹം എന്ന് He പറയുന്നു, speaks to a third person മൂന്നാമത്തെ ആളിനെ പറ്റി പറയുന്നു. and he says, surely he shall deliver you from the snare of the fowler ഹല്ലേലൂയ, സ്തോത്രം. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും രക്ഷിക്കും. and from the perilous pestilence. ഹല്ലേലൂയ, സ്തോത്രം. നാശകരമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. This man is now so confident that he goes and tells other people what God can do for them. ആമേൻ. ഇപ്പോൾ ഈ മനുഷ്യൻ ഇത്രത്തോളം ആത്മവിശ്വാസമാണ്, തനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഈ ദൈവം എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം If പ്രഖ്യാപിക്കും. you are under the secret place of the Most High, ദൈവത്തിന്റെ രഹസ്യ സ്ഥലത്ത് നമ്മളായിരിക്കുന്നത്. number one, you will speak good things about God. ഒന്നാമത് നമ്മൾ ദൈവത്തെ പറ്റി നല്ല കാര്യങ്ങൾ Two, പറയും. you will dwell in the house of the Lord. രണ്ടാമത് ദൈവത്തിന്റെ ഭവനത്തിൽ നമ്മൾ വസിക്കും. And three, you will be able to tell other people what God can do for them. മൂന്നാമത് ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അവരോട് പറയാൻ പറ്റും. And then till verse 13, he's talking all about what God will do for other people. 13-ാം വാക്യം വരെ ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയുകയാണ്. In verse 14, 14-ാം വാക്യത്തിൽ it is God himself speaking to this man. ദൈവം തന്നെ ഈ മനുഷ്യനോട് സംസാരിക്കുക. What does he say? ദൈവം എന്താണ് പറയുന്നത്? Because he has set his love upon me, therefore I will deliver him. ഹല്ലേലൂയ. I will set him on high because he has known my name. He shall call upon me and I will answer him. I will be with him in trouble. Amen. I will deliver him and honor him. With long life I will satisfy him and show him my salvation. ആമേൻ. അവൻ എൻ്റെ നാമത്തെ അറിഞ്ഞിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും. Yes. This is God himself speaking to this man. ഈ മനുഷ്യനോട് ദൈവം തന്നെ നേരിട്ട് സംസാരിക്കുക. First, this man speaks. ഒന്നാമത് ഈ മനുഷ്യൻ സംസാരിച്ചു. He is in the secret place of the Most High. അദ്ദേഹം ദൈവത്തിന്റെ രഹസ്യ സ്ഥലത്തുള്ള. Then he speaks to other people about God. മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയും. Finally, God speaks to him. അതിനുശേഷം യേശു നേരിട്ട് അവനോട് I'm സംസാരിക്കും. going to deliver you ഞാൻ നിങ്ങളെ വിടുവിക്കാൻ. because you stick so close to me. നീ എന്നോട് പറ്റിയിരിക്കുന്നു, ഞാൻ നിന്നെ വിടുവിക്കാൻ പോകും. Yes, I'm going to honor you. ഞാൻ നിന്നെ ബഹുമാനിക്കും. The land is going to see you being honored. ഓ, നീ ബഹുമാനിക്കപ്പെടുന്ന ദേശം കാണാൻ പോവുക. Probably David wrote this. ഒരുപക്ഷേ ദാവീദായിരിക്കും. After all that insult, ആ എല്ലാ അപമാനങ്ങൾക്കും ഉപരിയായി. finally David became the king. ഹല്ലേലൂയ, ദാവീദ് രാജാവായി. Hallelujah. Praise the Lord. You are already kings in the new covenant. നിങ്ങൾ പുതിയ നിയമത്തിൽ നിങ്ങൾ എല്ലാവരും But there രാജാക്കന്മാരാണ്. are times when God puts us in a particular level of spirituality. എന്നാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ആത്മീയതയിൽ ചിലപ്പോൾ ദൈവം നിങ്ങളെ അനുവദിക്കും. Therefore, do not lose your heart. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം അവിടെ മുറിയരുത്. God wants all his children to be honored. തന്റെ മക്കളെല്ലാം ബഹുമാനിക്കപ്പെടാൻ All the situations in life ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും has brought us to one thing, ഒരു കാര്യത്തിൽ നമ്മളെ കൊണ്ടിരിക്കുക. that we hold on to him closer. അധികമായിട്ട് കർത്താവിനെ മുറുകെ പിടിക്കുക. We started by dwelling in him. അവനിൽ വസിച്ചുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. But church, sometimes we have a tendency of running away from that dwelling place, don't എന്നാൽ we? ചിലപ്പോൾ ആ വാസസ്ഥലത്ത് ഓടി ഒളിക്കാനുള്ള ഒരു ടെൻഡൻസി, പ്രവണത നമുക്കുണ്ട്. Yes. Probably the world, the rest of the people don't know, but the Lord sees that. ഒരുപക്ഷേ മറ്റുള്ളവർക്ക് അത് അറിയത്തില്ലെങ്കിൽ ദൈവത്തിന് അത് അറിയാം. Hallelujah. He still says, come back, I love you. ഹല്ലേലൂയ. ദൈവം പറയും, മോനെ മടങ്ങി വാ. I know your drawbacks. നിന്റെ കുറവ് എനിക്കറിയാം, മടങ്ങി വാ. The gospel is not about defeat, it is about victory in defeat. സുവിശേഷം പരാജയത്തെ പറ്റിയല്ല, പരാജയത്തിന്റെ ജയത്തെ പറ്റിയാണ് സുവിശേഷം. Somebody has already overcome ഒരാൾ ജയിച്ചു കഴിഞ്ഞു. and you are going to dwell with him. അവനോട് ചേർന്ന് നിങ്ങൾ വസിക്കാൻ പോവുകയാണ്. But the devil and people try to pull you away from the dwelling place. ലോകവും പിശാചും നിങ്ങളെ ആ വാസസ്ഥലത്ത് നിന്ന് പിടിച്ചു മാറ്റാൻ This ശ്രമിക്കും. morning, hold on to him. എന്നാൽ ഇന്ന് പകൽക്കാലം അവനെ മുറുകെ പിടിക്കുക. Hold close to him. അവനോട് പറ്റിച്ചേരുക. How many of you have a personal relationship with Jesus? എത്ര പേർക്ക് യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്? I want to ask you this. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. Do you have a personal relationship with Jesus? നിങ്ങൾ യേശുവുമായി നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായ Do ബന്ധമുണ്ടോ? you pray to him? നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. Have you seen his secret place? അവന്റെ അത്യന്ത രഹസ്യ സ്ഥലത്ത് നിങ്ങൾ വസിച്ചു. Have you received every day something that he wants to tell you directly? നിങ്ങളോട് നേരിട്ട് പറയാനുള്ള നിങ്ങൾ ഓരോ ദിവസവും പ്രാപിക്കുന്നുണ്ടോ? If you have not come there today, അവിടെ വരെ വന്നിട്ടില്ലെങ്കിൽ he wants to lift you up. നിങ്ങളെ ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. One final question I have. അവസാനമായി ഒരു ചോദ്യം കൂടി. When you are going to be lifted up and honored, നിങ്ങൾ ഉയർത്തപ്പെടുകയും മാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ would you like somebody to come and say, you know, that guy was lifted up because I prayed for him? Would you like to do that? നിങ്ങൾ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ഉയർന്നത്? Would you like somebody to take God's glory? ദൈവത്തിന് മാത്രം അറിയിക്കപ്പെട്ട മഹത്വം നിങ്ങൾ എടുക്കുമോ? In my life, nobody will dare to say that. എന്റെ ജീവിതത്തിൽ ആരും അങ്ങനെ പറയത്തില്ല. God has used many people to help me, to build me up. അനേകരെ ദൈവം എന്നെ പണിയാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. But
nobody will take the glory for what God is going to do in my life. എന്നാൽ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നതിന് ആർക്കും മഹത്വമില്ല. Whoever has tried to lift me, they have pushed me down. ആരൊക്കെ എന്നെ ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ താഴ്ന്നു. I thank my God because He did not allow me to lean on somebody. ഹല്ലേലൂയ. മറ്റുള്ളവരെ ചാരുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. I have seen that in my life. എന്റെ ജീവിതത്തിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. Every human hand which I tried to lean on, God has removed it suddenly. ഞാൻ ചാരാൻ ആഗ്രഹിച്ച എല്ലാ കരുത്തെയും ദൈവം മാറ്റിയിട്ടുണ്ട്. Because in my life, God has said, I will not give my glory to anyone else concerning you. ആമേൻ. കാരണം എന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മഹത്വം മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കുകയില്ല. How about you? നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? Would you, when you are raised up, നിങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ would you like some pastor to come and say, I prayed for you, brother? ഹല്ലേലൂയ. പാസ്റ്റർ വന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പറയാൻ. You know what to tell people like that? Yeah, thank you for praying. God allowed you to pray for me. Praise the Lord. God bless you. അപ്പോൾ നിങ്ങൾ പറയണം നിങ്ങൾ പ്രാർത്ഥിച്ചതിന് നന്ദി. നിങ്ങളെ പ്രാർത്ഥിക്കാൻ ദൈവം May the Lord reward you. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം I'm തരട്ടെ. not saying you should look down on pastors. I'm sure you got the message. അവരെ അപമാനിക്കണമെന്നോ താഴ്ത്തിക്കാണോ Pastors are in the church for a purpose. പാസ്റ്റർമാരെ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് But God will not give His glory to anyone. എന്നാൽ ദൈവത്തിന്റെ മഹത്വം മറ്റാർക്കും ദൈവം When you are raised up, നിങ്ങളെ ഉയർത്തും. when you are honored, നിങ്ങൾ മാനിക്കപ്പെടും. would you like some company boss to tell you, I am the one who lifted you up? കമ്പനിയുടെ ബോസ് നിങ്ങൾ താനാണ് ഉയർത്തിയത് പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? No way, not me. അങ്ങനെയല്ല. Hallelujah. ആമേൻ. Get into that relationship with ആ വ്യക്തി